ബെർലിൻ എന്ന് പറഞ്ഞ ഒരു പുതിയ മെറ്റീരിയൽ ആണ്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഫീഡിംഗ് ആണ്. താണ്ടില്ലേ ഫെൻഡി തന്നെ ട്രിപ്പിൾ ഷെയ്ഡ് വരും, ഡബിൾ ഷെയ്ഡ് അല്ല. ഇത് പ്ലസ് സൈസ് ഉള്ളു. ജീൻസിന്റെ കൂടെ ഇടാനൊക്കെ ഇതാണ് ഏറ്റവും കൂടുതൽ. ഇതിനൊക്കെ സൈസ് ഉണ്ട് കേട്ടോ. വണ്ടി ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ ഇവിടെ കാർ പാർക്കിംഗിന്റെ സൗകര്യം ഉണ്ട്. ക്രോപ്പ് ടീഷർട്ട് ഇതിന്റെ തന്നെ ലെങ്ത് ഉള്ളതുണ്ട്, ഏത് സൈസ് വേണമെങ്കിലും ഇവിടെ ഉണ്ടെന്നുള്ളത്. ഇത് ഇത് നേരത്തെ കാണിച്ചില്ല ബീറ്റ്സ് വർക്ക്. ഇപ്പൊ മെയിൻ ഐറ്റം ആണ്. പുതിയ പുതിയ ട്രെൻഡിനനുസരിച്ചുള്ള സാധനങ്ങളാണ് ഇപ്രാവശ്യം ഇറക്കിയേക്കുന്നത്. സൈസും ഉണ്ട്, എസ് മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ഇതൊക്കെ വെസ്റ്റേണില് എല്ലാ സൈസും അവൈലബിൾ ആണ് കേട്ടോ. പ്ലസ് സൈസ് മാത്രമേ ഉള്ളൂ. ഇയാൾക്കും യൂസ് ചെയ്യാം, വലിയ ആൾക്കാർക്ക് ജീൻസിനൊപ്പം യൂസ് ചെയ്യാം. ഷോർട്ട് ലോങ് ആയിട്ടുള്ള പല മോഡൽസ് ചിരിക്കാൻ ഇത്തിരി ടൈം കൊടുക്കും. ഇപ്രാവശ്യം ക്രിസ്മസ് ഞങ്ങൾ അടിച്ചു പൊളിക്കും. ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് ഇവിടെ വന്ന് തുടങ്ങി. അപ്പൊ ഈ ഒരു കടയിലേക്ക് ശരിക്കും ഇൻട്രോന്റെ ഒരു ആവശ്യമില്ല കേട്ടോ. കാരണം ഇവിടേക്ക് ഒരു ഡയലോഗ് പോലും വേണ്ട, അത്രയും വെറൈറ്റി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഡയലോഗ് വേണ്ട, വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എറണാകുളം മാർക്കറ്റിന്റെ ഈ ഒരു റോഡിൽ നമുക്ക് കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു CSB ബാങ്ക് വരുന്നുണ്ട്. ഇത് മൂന്നും കൂടി ഒരു ജംഗ്ഷനാണ് വരുന്നത്. അപ്പം മേനക വഴിക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ സൈഡിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് MG സൈഡ് വരികയാണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വരണം. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് NF ആർക്കേഡ് ബിൽഡിങ്ങിൽ ഇവിടെ വണ്ടി ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ ഇവിടെ കാർ പാർക്കിങ്ങിൻ്റെ സൗകര്യമുണ്ട്. മുകളിൽ കാർ പാർക്കിങ്ങിൻ്റെ സൗകര്യം ഒരു 100 വണ്ടി വന്നാലും നമുക്ക് ഇവിടെ സൗകര്യങ്ങളുണ്ട്. ഇനി ഈ കടയിലേക്ക് ഡയലോഗ് വേണ്ട, ക്വാളിറ്റിയാണ്, എന്താ പറയുക, വെറൈറ്റീസ് ആണ്. അപ്പോൾ ഏതാ കട നമുക്ക് അവിടെ പോയി നോക്കിയാലോ. ബാ, നമ്മുടെ ഈ സൈഡ് വഴിക്കോട് വരുമ്പോഴാണ് കേട്ടോ ഈ ഒരു ടോപ്പ് കളക്ഷൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു കടയല്ല, വലിയ ഒരു കട, വിശാലമായിട്ടുള്ള കളക്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. യെസ്, ടോപ്പ് കളക്ഷൻ എന്ന് പറയുമ്പോൾ ടോപ്പ് തന്നെയാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന വെറൈറ്റി ഐറ്റംസ് ആണ്. അതും ഒക്കെ വെസ്റ്റേൺ വെയറും എത്നിക് വെയർസ് ആയിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ് അബുക്ക കൊണ്ടുവരാൻ മറക്കാറില്ല. അപ്പൊ നമുക്ക് എന്താ വെറൈറ്റി ചോദിക്കാം. നമ്മുടെ ബിലാൽ അവിടെ. ബിലാലേ, ഹലോ, എവിടെയാ? എന്താ കാര്യമായിട്ട് പുതിയൊരു വെറൈറ്റി വന്നപ്പോ നോക്കിയാണ് ജസ്റ്റ് ഇപ്പൊ വന്നിട്ടുള്ള ക്രിസ്മസിന്റെ വെറൈറ്റി വന്നപ്പോഴേ ഇത് നമുക്ക് പിന്നെ കാണാം. ഒരു മിനിറ്റ്, അവിടെ കുറച്ച് ചിടുങ്ങ് പിള്ളേരുകൾ കാണുന്നുണ്ട്. അതൊന്ന് ഞാനൊന്ന് നോക്കിട്ടോ എന്താ സംഭവം എന്നുള്ളത്. നമ്മുടെ അബുക്കനെ കാണാനില്ലല്ലോ, എല്ലാരും നിരന്നിക്കിടില്ല. ചിടുങ്ങ് കുട്ടികളെ കാണുന്നില്ല. എന്താ രസം കാണാൻ. വാട മക്കളെ പേടിച്ചു. ഇതൊക്കെ ആരുടെ പിള്ളേരാ? അബുക്കന്റെ പിള്ളേരാണോ? വാമുത്തേ, ഇവിടെ വാടാ. 1 2 3 വാടാ. അന്ന് എടുത്തിട്ട് വാ. നമ്മുടെ അബുക്കന്റെ സുന്ദരികളാണ്. പേര് പറഞ്ഞടാ. ഫാത്തിമ സഹറ, അമീല, പിന്നെ മറ്റേ ഉണ്ണിയുടെ പേരെന്താ? സാലിമ. അങ്ങനെ 3 പെൺകുട്ടികളാണ്. അപ്പൊ അതാണ് നമ്മുടെ പെണ്ണുങ്ങളൊക്കെ നല്ല ഭംഗിയിൽ നല്ല ഡ്രസ്സ് ഇട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മുടെ അബുക്കനെ കണ്ടില്ലല്ലോ, അതേ അബുക്ക. ആ ഉണ്ണീനൊന്ന് പൊന്തിക്കാൻ പറ്റുമോ? ഒന്ന് കണ്ടിട്ട് ദേന സാലിയ അല്ലേ? സാലിയ കുട്ടി ഹായ് പറഞ്ഞേ. ഒരു ഹായ് പറഞ്ഞേ ക്യാമറയില്. ഒരു ഹായ് പറ. നാണോ അബുക്ക അങ്ങോട്ട് വന്നേ. എന്താണ് ക്രിസ്മസ് ആയിട്ട് വല്ല വെറൈറ്റീസ് ഉണ്ടോ? നമുക്ക് ഇപ്രാവശ്യം ഞങ്ങൾ നല്ല അടിപൊളി സെലക്ഷനൊക്കെയാണ് കൊണ്ടുവന്നേക്കുന്നത്. പുതിയ പുതിയ ട്രെൻഡിനനുസരിച്ചുള്ള സാധനങ്ങളാണ് ഇപ്രാവശ്യം ഇറക്കിയേക്കുന്നത്. ഇപ്രാവശ്യം ക്രിസ്മസ് ഞങ്ങൾ അടിച്ചു പൊളിക്കും. അത് ഞാൻ കാണാനുണ്ട്. നമുക്ക് ഈ വെസ്റ്റേൺ വെയറിന്റെ നല്ല വെറൈറ്റീസ് വന്നിട്ടുണ്ട്. അത് ജാക്കറ്റ് ടൈപ്പ് എല്ലാ പ്രാവശ്യം നിങ്ങൾ കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് കൂടുതൽ നല്ല കളക്ഷൻസ് ഒക്കെ കാണുന്നുണ്ട്. അത് വെസ്റ്റേൺ മാത്രമല്ല, എത്നിക് മാത്രമല്ല, ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലായാലും കിഡ്സിന്റെ ആയാലും ജെൻസിന്റെ ഇല്ല അല്ലേ? ജെൻസിന്റെ ഇല്ല. അത് 3 പെൺകുട്ടികളെ എൻ്റെ ഒരു ദോഷമാണ്, വേറൊന്നല്ല. ബിലാലേ, നമുക്ക് ഞങ്ങളെ തുടങ്ങട്ടെ. നല്ല സെറ്റപ്പ് ആയിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് കാണണം കേട്ടോ. അടിപൊളിയായിട്ടാ. തുടങ്ങാം. നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഈ സാധനങ്ങളെ ഓക്കെ. ഇത് ടോപ്പ് മാത്രമല്ല, ഇതൊന്നും മാറ്റി പിടിക്കാൻ പറ്റും. 2 മിനിറ്റിന്. ഇത് 2 പീസിന്റെ ഒരു സെറ്റാണ്. ഉള്ളിൽ ഇന്നറും ഉണ്ടാവും, ഇന്നർ സ്ലീവ്ലെസ് ജാക്കറ്റ് പോലെ വരും. ഇന്നറാണ്. പിന്നെ സെയിം മെറ്റീരിയൽ എങ്ങനെ വേണേലും യൂസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇങ്ങനെ കവർ ടോപ്പായിട്ട് ഉപയോഗിക്കാം, ജാക്കറ്റ് ഫുൾ ജാക്കറ്റ് ആയിട്ട് ഉപയോഗിക്കാം. അത് പല രീതിയിലും യൂസ് ചെയ്യാം. അപ്പൊ 2 in 1 ഓപ്ഷൻ ആണ്. അപ്പൊ നമുക്ക് ജാക്കറ്റ് ആയിട്ട് അത് വേണമെങ്കിൽ അതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ്. കളേഴ്സ് ഒരു 4-5 കളേഴ്സ് നമ്മളിപ്പോ കാണിക്കുന്നത് എല്ലാത്തിലും നല്ല നല്ല കളേഴ്സുകൾ ഉണ്ടാവും. ഒരു 4-5 ഷെയ്ഡ് എന്തായാലും കളേഴ്സ് കാണിക്കാൻ പറ്റില്ല. പിന്നെ സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് ഫസ്റ്റ് കളേഴ്സ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഏത് പ്രോഡക്റ്റ് കാണിക്കാമല്ലോ അതിൽ കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ബൾക്ക് എടുക്കണം, അതൊക്കെ നമുക്ക് ഡീറ്റെയിലേക്ക് കിടക്കാം. അപ്പൊ ഇതൊരു എന്താ പറയാ, പ്രോഡക്റ്റ് നമ്മളിപ്പോ മെയിൻ ഐറ്റം ആണ്. ഇത്
ഇത് ഇത്ര നാള് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. സംഭവം എന്ന് വെച്ചാൽ സാധാരണ നമുക്കൊരു കുർത്തി മാത്രമാണ് ഞാൻ കൂടുതൽ കണ്ടിരിക്കുക, അല്ലെങ്കിൽ 2 പീസ് 3 പീസ്. ഇതൊരു ജാക്കറ്റ് ടൈപ്പ്. ഹാപ്പി ആയി, അടിപൊളിയാണ്. ആ പോരെ. ഈ എന്തായാലും ഫുൾ കളേഴ്സ് പിടിച്ചിട്ടേ അവിടെ ഇരുന്നോ. നമുക്ക് ഇനി അടുത്ത കളർ റെഡും വൈറ്റും ക്രിസ്മസിന്റെ സംഭവങ്ങളൊക്കെ മുകളിലാണ്. ഇത് ഈ വെസ്റ്റേൺ വേറെ ഫുള്ള് മേളിലാണ് അപ്പൊ മുകളിൽ പോകുമ്പോ നമുക്ക് അവസാനം മേളി കാണിക്കാം. ഓക്കെ, ഇനി ഇവിടെ എന്താ നമ്മളെ പ്രൊഡക്ഷൻ ഐറ്റംസ് ഉണ്ട്, അത് കാണിക്കാം. ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ ഐറ്റം. അതും ക്രിസ്മസിന്റെ ഐറ്റംസ് തന്നെ വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് റെഡിലൊക്കെ വന്നേക്കണ ഡെൽറ്റ മെറ്റീരിയൽ 2 പീസ് ആണ്. 2 പീസ്. അപ്പൊ ഇത് എടുക്കുമ്പോ ഇതിന്റെ സൈസസ് എങ്ങനെ M2XL ഉണ്ട്, ചില പാറ്റേണിൽ S2XL ഉണ്ട്, ചില പാറ്റേണിൽ ബിഗ് സൈസ് മാത്രമുണ്ട്. അപ്പൊ നമ്മൾ ഇനി സൈസസ് പറയുന്നില്ല, ഇനി ഇങ്ങനെയാണ് സൈസസ് വരുന്നത്. ഇനി ഡീറ്റെയിൽസ് കണ്ടുപോകാം നമുക്ക്. റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഫസ്റ്റ് കാണിക്കാം. ഇതൊക്കെ നോക്കി, ഇതൊക്കെ നല്ല ഒരു വെറൈറ്റി പാറ്റേൺ ആണ്. ഇത് ഫുൾ കാരിയിലാണ്, ഫുൾ കാരിയിൽ സിംഗിൾ കുർത്തിയുടെ ഒരു സെറ്റ്. അപ്പൊ 2 പീസ് ഉണ്ട്, 3 പീസ് ഉണ്ട്, സിംഗിൾ കുർത്തീസ് ഉണ്ട്. ഇപ്പൊ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് നമ്മൾ ഈ റെഡ് ആൻഡ് വൈറ്റ് പിടിച്ചിരിക്കുന്ന സീസൺ അനുസരിച്ചിട്ട് സാധനങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഡിഫറെന്റ് പാറ്റേൺ ആണ്. കോട്ട് മോഡലാണ് വരുന്നത്. അറ്റാച്ച്ഡ് ആണ്. അതിന്റെ തന്നെ വേറെ ആ മെറ്റീരിയൽ വേറെ, ഈ മെറ്റീരിയൽ വേറെയാണ്. ഇത് ഫെൻഡി ആണ്, അത് ജോർജറ്റ് ആണ്. ഓ, ഇതിനൊരു ചെറിയ തിളക്കുണ്ട്. തിളക്കുണ്ട്. രണ്ടും പക്ഷെ ഒരു തുണി ഒരു മീൻസ് ഒരു ഇതിലാ ചെയ്തിരിക്കുന്നത്. ക്രിസ്മസ് ആകുമ്പോൾ റെഡും വൈറ്റും ആണല്ലോ, അപ്പൊ നമുക്ക് എല്ലാം ഒരേപോലെ തോന്നും. ഡിഫറെന്റ് ആണ്, പാറ്റേൺ ഡിഫറെന്റ് ആണ്. റെഡ് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യ വെറൈറ്റീസ് ഉണ്ട് ഇഷ്ടം പോലെ കാണിക്കാനായിട്ട്. ഇത് റെഡ് ആൻഡ് വൈറ്റ്, ഇത് റെഡ് ആൻഡ് വൈറ്റ്, ഇത് റെഡ് ആൻഡ് വൈറ്റ് നോക്കുമ്പോ എല്ലാം റെഡ് ആൻഡ് വൈറ്റ്. ഈ വൈറ്റ് ആണ്, ഇത് 2 പീസ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടതെല്ലാം കുർത്തീസ് ആണ്, ഇത് 2 പീസ് ആണ്. ഓ, നല്ല മൽക്കോട്ടനില് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്നത്. നല്ല ഡീറ്റെയിലിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുക. അപ്പൊ വേഗം വന്നാൽ വേഗം കൊണ്ടുപോകാം. എന്തായാലും ക്രിസ്മസ് അല്ലേ, കേക്ക് ഇല്ലേ? കേക്ക് ഉണ്ട്, കേക്ക് കൊടുക്കണ്ടമ്മ. കേക്ക് ഈ ഡിസംബർ 8 മുതൽ കൊടുക്കാൻ തീരുമാനിച്ചു. പൊള്ളി. അപ്പൊ ഞാനും ഉണ്ടാവും 8 തൊട്ട് ഇവിടെ. പർച്ചേസ് ചെയ്യണ എല്ലാവർക്കും കേക്ക് പർച്ചേസ് ചെയ്യണ എല്ലാവർക്കും കേക്ക് ഉണ്ടാവും. അപ്പൊ അത് എന്തായാലും മിസ് ചെയ്യണ്ട. എല്ലാം സീസൺ അനുസരിച്ച് ഓരോന്നോരോന്ന് നമുക്ക് ഗിഫ്റ്റുകളും സാധനങ്ങളും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ദിവാളിയൊക്കെ ആയപ്പോ സ്വീറ്റ് ബോക്സ്. അപ്പൊ ക്രിസ്മസ് ആയിട്ട് നമുക്ക് കേക്ക് ഉണ്ട്. ഇനി അടുത്ത സീസൺ വരുമ്പോ അടുത്തത് ഇനി ഇത് മൽക്കോട്ടനിലാണ്. മൽക്കോട്ടൻ മൽച്ചന്തേരി. ഇത് നല്ല അടിപൊളി പീസാണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ്. ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർ സംഭവമാണ്. ലുക്ക് തന്നെ മാറും. ഇതൊക്കെ ജോർജറ്റിലാണ്. ഇതൊക്കെ കുറച്ച് പീസുകൾ. ഇതൊരു വെറൈറ്റി ആണ്. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട് യൂസ് ചെയ്യണം. ഓ, രാത്രിയൊക്കെ പള്ളിയിലേക്കൊക്കെ പോകുമ്പോ ഒരു ബോ ടൈപ്പ്. സ്ലീവ്ലെസ് ആണ്, സ്ലീവ് അകത്ത് അറ്റാച്ച് ആണ്. ഒരു ടീനേജ് സ്റ്റൈലാണ്. എല്ലാവർക്കും യൂസ് ചെയ്യാം. എല്ലാവരും യൂസ് ചെയ്യാം. സൈസും ഉണ്ട്. S മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ഇതൊക്കെ. അതെ, S മുതലാ. ചില ഞാൻ പറഞ്ഞില്ലേ 2-3 പാറ്റേൺ S2XL വരും. പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ട് S2XL ഉണ്ട്. ഓക്കെ. ഒരുവിധം മിക്ക കടയിലും സാധാരണ മീഡിയം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറ്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ S തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും വെറൈറ്റികൾ അബുക്ക കൊണ്ടുവരാൻ മറക്കല്ല. പിന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ റേറ്റ് ഒക്കെ അഫോർഡബിൾ റേറ്റ് ആണ്. റീസണബിൾ റേറ്റിന് നമുക്ക് കിട്ടും കേട്ടോ. ഇതൊക്കെ കണ്ടോ, ആ ഒരു യോക്കിൽ വരുന്ന വർക്ക് കാര്യം ഇതൊക്കെ ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ. ഓക്കെ, പിന്നെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനും അത് മാത്രമായി പോകും. നമുക്ക് പാറ്റേൺ ഒരു മെറൂൺ വൈറ്റും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് പിടിക്കാം. ഹെവി റയോണിലാണ്. അതിന്റെ ഫ്രില്ലൊക്കെ നോക്കി നല്ല ഡിഫറെന്റ്. പിടിച്ചോ, 2 സൈഡിൽ നിന്ന് പിടിച്ചു വലിച്ചേ. നല്ല പാറ്റേൺ കാന്ത സ്റ്റിച്ച് ഉണ്ട്, കാന്ത പ്രിന്റ് ആണ്. അതുപോലെ തന്നെ ഉള്ളിൽ ലൈനിങ്ങിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പോക്കറ്റും ഉണ്ടാവും മിക്കതും ഇങ്ങനത്തെ. അപ്പൊ ഇങ്ങനത്തെ ഡീറ്റെയിലിംഗ് ഒക്കെ സ്ക്രീൻഷോട്ട് എടുക്കാം. നേരിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്തിടാം. സാധനം സൺഡേ ഓപ്പൺ ആണ്. ന്യൂ ക്രിസ്മസ് കഴിയണ വരെ സൺഡേ ഓപ്പൺ ആണ്. പിന്നെ ഈ കാണിക്കുന്നതൊക്കെ വേഗം ബ്ലോക്ക് ചെയ്തിടാൻ പറയാ. സ്ക്രീൻഷോട്ട് ഇട്ടാ അപ്പൊ തന്നെ അത് ഓർഡർ കൊടുത്തു. സാധനങ്ങൾ വീട്ടിലിരുന്നോണ്ട് തന്നെ ഓർഡർ കൊടുക്കാം. ഇവിടെ ഫോൺ എടുക്കും, വീഡിയോ കോൾ എല്ലാ സംവിധാനവും ചെയ്തുതരാം. നിങ്ങൾക്ക് എന്തൊക്കെ വേണം, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഈ സാധനം നിങ്ങളുടെ ഈ സാധനം ഇവിടെ പ്രത്യേകം ഹോൾസെയിൽ ആണെന്ന് പ്രത്യേകം പറയുന്നു. ഈ ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ ഒരു കെട്ടെടുത്തേ ഇങ്ങനെ കെട്ടായിരിക്കും. കണ്ടോ, കെട്ടായിട്ടായിരിക്കും. അതെ, അത് എന്റെ ഡയലോഗ് അല്ലേടോ. അതാണ് എടുത്തിട്ട് മീഡിയം, ലാർജ്, XL, XXL അങ്ങനെ സെറ്റ് ആയിട്ടാണ്. ഇനി ബിഗ് സൈസ് നമുക്ക് കിട്ടുമോ? ബിഗ് സൈസ് കിട്ടും. ഈ സെയിം പാറ്റേണിൽ ഇപ്പൊ നമ്മ ചെയ്യുന്നുണ്ട് അല്ലേ? സെയിം പാറ്റേൺ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്ലസ് സൈസ് ഇപ്പൊ S2XL ഉണ്ടെങ്കിൽ XXL മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അങ്ങനെ 3 സെറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഹോൾസെയിലാണ്. പ്രത്യേകം പറയാണ്. ഇനി എത്ര രൂപയ്ക്ക് എടുക്കണം എന്തൊക്കെ നമ്പർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കേണ്ടത് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇത് പറഞ്ഞില്ല, അത് വെട്ടിക്കാൻ പാന്റും ഉണ്ട്. ഇതിലും എല്ലാ സൈസും ഉണ്ട് കേട്ടോ. എല്ലാ സൈസും. അതും നെക്ക് വരുന്നത് നമുക്ക് കോളർ നെക്ക് ഉണ്ട്, അതുപോലെ തന്നെ ചൈനീസ് നെക്ക് ഉണ്ട്. ഇത് പ്രിൻസസ് കട്ട് അല്ലേ? ഇത് പ്രിൻസസ് കട്ടാണ്. പ്രിൻസസ് കട്ട്. അപ്പൊ നെക്കിലും ഇങ്ങനെ ഒരുപാട് നെക്കുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഇത് നമ്മളെ ഒരു മെയിൻ ഐറ്റം ആണ്.
അഫോർഡബിൾ ചീപ്പ് റേറ്റ് ആണ് ഇത്. ചീപ്പാ. അതുപോലെ സൈഡിൽ ഒരു പോക്കറ്റ് ഉണ്ട് കേട്ടോ, അത് പറയാൻ മറക്കണ്ട. ഒട്ടുമിക്ക കുർത്തിക്കും പോക്കറ്റ് ഉണ്ട്, മിക്കതും ഉണ്ട് അല്ലേ. എന്ന് വെച്ചാൽ ആദ്യത്തെ പോലെയല്ല, ഇപ്പൊ ഒരുവിധം എല്ലാത്തിനും നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് പിന്നെ പറയേ വേണ്ട. പിന്നെ കടക്കണം, കടക്ക്. പിന്നെ ഇതൊക്കെ നോക്കി, ഇതൊക്കെ നല്ല ഡിഫറെന്റ് പാറ്റേൺ ആണ്. ഇതാണ്ടോ അതിന്റെ ഈ വർക്ക് കാണണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അടുത്തേക്ക് വരണം. സൂപ്പർ വർക്കാണ്, സൂപ്പർ വർക്ക്. മൽച്ചന്തേരിയില് ഡിമാൻഡ് കൂടുതലാട്ടോ. കളേഴ്സ് സൂപ്പർ കളേഴ്സ് ആണ്, പേസ്റ്റൽ കളറൊക്കെ ഡിഫറെന്റ് കളേഴ്സ് ആണല്ലോ. കളേഴ്സ് അടിപൊളിയുണ്ട്, പക്ഷെ ഒക്കെ നല്ല എന്താ പറയാ പെട്ടെന്ന് സെയിൽ ആവുന്ന സാധനമാണ്. പിന്നെ ഇതൊക്കെ ക്രിസ്മസ് ആയിട്ട് ചെയ്തേക്കാണ്, പെട്ടെന്ന് സെയിൽ ആയി. ഇപ്പോഴും ഓൾറെഡി സെയിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. റെഡ് ആൻഡ് വൈറ്റ് തന്നെ ഇടണം കേട്ടോ. ഇവിടെ വെറൈറ്റീസ് ഞാൻ വെറുതെ പറഞ്ഞല്ലോ, അതിന്റെ കളേഴ്സ് കണ്ടോ നോക്കി, നല്ല അടിപൊളി കളേഴ്സ് ആണ്, പേസ്റ്റൽ ഷെയ്ഡ് ആണ് കണ്ടോ. യെല്ലോ ഒക്കെ നോക്കി നല്ല അടിപൊളി യെല്ലോ ആണ് കണ്ടോ. അതെ, മസ്റ്റേർഡ് യെല്ലോ. കളേഴ്സ് പറയാൻ പറ്റില്ല, ആ രീതിയിലുള്ള കളേഴ്സ് ആണല്ലോ. ലെവൻഡർ ഒക്കെ പിന്നെ പെണ്ണുങ്ങളുടെ ഒരു ഹരിയാണ്, പിന്നെ പറയാൻ വേണ്ട. ഇത് നോക്കിയേ, കോട്ട് സെറ്റ്. ഒരു വേറൊരു മെറ്റീരിയൽ കാണിച്ചില്ല, ആ റയോണിൽ തന്നെ ഹെവി റയോണിൽ 2 പീസിന്റെ സെറ്റ് ആണ് വരുന്നത്. 2 പീസ് സെറ്റ്. ഇതിനും കളേഴ്സ് ഉണ്ട് കേട്ടോ, എല്ലാത്തിനും കളേഴ്സ് ഉണ്ട്. ചിലതിന് 2 കളേഴ്സ് ഉണ്ടാവും, ചില പാറ്റേൺ 4 കളേഴ്സ് ഉണ്ടാവും. അങ്ങനെ കളേഴ്സിൽ പക്ഷേ എല്ലാം കളർ എടുക്കണം നിർബന്ധമില്ല, പക്ഷെ സെറ്റ് ആയിട്ട് എടുക്കണം. കളർ സെറ്റ് ആയിട്ട് എടുക്കണം നിർബന്ധം. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കെട്ട് കാണിച്ചില്ല, ആ കെട്ട് അങ്ങനെ തന്നെ എടുക്കണം. അല്ലാണ്ട് 4 കളർ ഉണ്ടെന്ന് 4 കളേഴ്സ് എടുക്കണമെന്നില്ല, എടുക്കണ കളർ സെറ്റ് ആണ്. അതെ, അതിൽ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് തരൂല. ലാർജ് തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നോക്കി ഞെട്ടിച്ചൂല. എന്താ പറയുക, നല്ല അടിപൊളി പീസ് കേട്ടോ. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലൊക്കെ വരുന്ന നല്ല നല്ല സംഭവങ്ങൾ റയോൺ ഇപ്പൊ രണ്ടാമത് എൻക്വയറി ഉണ്ട്, നല്ല എൻക്വയറി ഉണ്ട്. അതാണ് അതിന്റെ കളേഴ്സ് ഞാൻ കാണിക്കണമെന്നുള്ളതാണ്. നോക്കി അതിന്റെ കളേഴ്സ് ആണ്. എനിക്ക് ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല സെറ്റ് കളേഴ്സ് നല്ലതല്ലേ. ഒക്കെ നല്ല കളേഴ്സ് ആണ്, പക്ഷെ കൂടുതൽ ഇഷ്ടപ്പെട്ട കളർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വെറൈറ്റി എടുത്ത് പറയേണ്ടത് എല്ലാ കളേഴ്സും കാണിക്കണം. മെയിൻ ആയിട്ട് ആയതുകൊണ്ട് കളേഴ്സ് കാണിക്കണം. എന്നാൽ എല്ലാത്തിലും നമുക്ക് എന്നാലേ കവർ ആവുള്ളൂ വീഡിയോ, അല്ലെങ്കിൽ പിന്നെ കവറായി പോകൂലത്. ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഉണ്ടോ. ഇതിന്റെ ബാക്ക് കാണിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു നമ്മുടെ ചേച്ചി എന്ന് പറയാൻ പറ്റില്ല, പേര് പറഞ്ഞിട്ടാ. അജി പ്രത്യേകം പറഞ്ഞു. എന്താ സംഭവം എന്ന് വെച്ചാലേ, ഫ്രണ്ടില് ഈ ഫ്ലീറ്റ് ഉള്ളത് പോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിലും ആ ഒരു ഫ്ലീറ്റ് വരുന്നുണ്ട്. അപ്പൊ സാധാരണ നമുക്ക് ഫ്രണ്ടിലും മാത്രമേ കിട്ടാറുള്ളൂ, പക്ഷെ അബുക്ക ഒരു ഡിഫറെന്റ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ബാക്കും ഫ്രണ്ടും ഒരേപോലെ തന്നെ നമുക്ക് ആ ഒരു പിന്നെ 2 പീസ് ആണ്. ആ, ഞാനിത് സിംഗിൾ കുർത്തിയാന്ന് വിചാരിച്ച. കോട്ട് സെറ്റ് ആണ്. കോട്ട് സെറ്റ് ഒക്കെ നല്ല മൂവിങ് അല്ലേ. ഇപ്പൊ അതാണ് മെയിൻ ട്രെൻഡ്, അതാണ് ആൾക്കാർ കൂടുതൽ പറയാനില്ല. ഇത് വെട്ടിക്കാൻ തന്നെ ഇതൊക്കെ നല്ല ഡിഫറെന്റ് കളറാണ്. ഇപ്പൊ ഈ ബ്രിക്ക് ആണ് ഏറ്റവും ഫാസ്റ്റ്. ഇതിന്റെ 2 കളർ ഉണ്ട്. ഇതിനും നല്ലൊരു ഗ്രീൻ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി ഗ്രീൻ ആണ്. ഗ്രീൻ ഷെയ്ഡ് അല്ലേ. ഗ്രീൻ ഷെയ്ഡ്. ഇതൊരു ഡിഫറെന്റ് ആണ്. ഇത് ഫെൻഡി തന്നെ ട്രിപ്പിൾ ഷെയ്ഡ് വരും, ഡബിൾ ഷെയ്ഡ് അല്ല. സാധാരണ ഡബിൾ ഷെയ്ഡാണ് കേട്ടിരിക്കുന്നത്, പക്ഷെ ട്രിപ്പിൾ ഷെയ്ഡാണ് ഇതിന്റെ സാധനം. എവിടെ ഇരിക്കണേ, ഇതിന്റെ സാധനങ്ങളെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. കളേഴ്സ് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഡിഫറെന്റ് കളർ. ഇത് ഒരാളും കൂടി അയച്ചാൽ അതിന്റെ ഭംഗി അറിയാൻ പറ്റും. അതെ, ഇത് ഒരു ഡിഫറെന്റ് ആയിട്ട് തോന്നി എനിക്ക്. അതുകൊണ്ടാണ് കേട്ടോ ഇത് 3 കളേഴ്സും. സ്ലീവ്ലെസ് ആണ്, സ്ലീവ് അകത്തുണ്ട് കേട്ടോ. സ്ലീവ്ലെസ് എന്ത് കാണിച്ചാലും 3/4 സ്ലീവ് അകത്തുണ്ടാവും. ഹാഫ് ആണെങ്കിൽ ഹാഫും ചെയ്യാം. സെറ്റ് ആണ് കേട്ടോ കളർ. എന്താ രസം. 1, 2, 3 കളറാണ്. ഇത് പുറത്തേക്ക് ഇറങ്ങുമ്പോ, വെയിലത്തൊക്കെ ഇറങ്ങുമ്പോ കണ്ടോ കളർ പിന്നെ അടിപൊളിയാവും. പിന്നെ പറയാൻ വേണ്ട. അടുത്തത് ഇത് ബെർലിൻ എന്ന് പറഞ്ഞ ഒരു പുതിയ മെറ്റീരിയൽ ആണ്. ബെർലിൻ അത് പിന്നെ വെട്ടിക്കാൻ ഔട്ടായിക്കൊണ്ടിരിക്കുമല്ലോ. ബെർലിൻ മെറ്റീരിയൽ മാർക്കറ്റിൽ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ബെർലിൻ മെറ്റീരിയൽ ആണ്. അതിന്റെയും കളേഴ്സ് നോക്കി, കളേഴ്സ് ധാരാളം കളേഴ്സ് അവൈലബിൾ ആണ്. യെല്ലോ വർക്കൊക്കെ ചെയ്തപ്പോ ഹൈലൈറ്റ് ചെയ്ത ഒന്നും പറയല്ലേ. ഞാൻ ഫ്ലാറ്റായി. ഇനി വെസ്റ്റേൺ ആണോ വേണ്ട, എത്നിക് ആണോ വേണ്ട, ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യണത്. എന്താണ് യൂസ് ചെയ്യുന്നത്. പിന്നെ റേറ്റ് അറിയണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അപ്പൊ തന്നെ വിളിച്ചു ചോദിച്ചോ. നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് കേട്ടോ. നേരിട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഉണ്ടായാലും തീരില്ല. ഇത് കാണിച്ചു കഴിയില്ല. മെയിൻ ഐറ്റം മാത്രം ഇപ്പൊ കാണിച്ചു വിടുന്നത്. മെയിൻ ഐറ്റംസ് കയ്യിൽ കിട്ടുന്നത് സ്ലീവ്ലെസ് ആണ്. റയോണിൽ തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ, സ്ലീവില് റയോൺ ഭയങ്കര ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞില്ലേ. സ്ലീവ്ലെസ് ഇപ്പൊ ഭയങ്കര ഫാസ്റ്റ് ആണ്. നല്ല പടക്കണ സാധനം. അതാണ് സോഫ്റ്റ്നെസ് കാണിക്കാൻ വേണ്ടിട്ടാണ്. ഇതിനും കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിനും കളേഴ്സ്. ഇത് നോക്കി, ഇത് കണ്ടോ. ഇതൊക്കെ നല്ല ഹാൻഡ് വർക്ക് ആയിട്ട് നല്ല അടിപൊളി ഐറ്റം ആണ്. ഇത് നിങ്ങളുടെ ഓൺ തന്നെയാണ്. പിന്നെ അതേ കണ്ടോ,
ഫിനിഷിംഗ് സ്റ്റാർ ജോർജറ്റ് മെറ്റീരിയൽ, കട്ട് വർക്കും എംബ്രോയിഡറി ഡീറ്റിങ്ങും ഈ ലൈനാണ് ഇതിന്റെ സ്റ്റൈൽ. കളേഴ്സ് എല്ലാത്തിനും അവൈലബിൾ ആണ്. ഇതും ഡിഫറെന്റ് പാറ്റേൺ ആണ്. മെറ്റീരിയൽ ഉണ്ടല്ലേ? ഇതും ഡിഫറെന്റ് പാറ്റേൺ ആണ്. ആപ്ലിക് വർക്ക് വരും, വെട്ടിക്കാനല്ലേ ആപ്ലിക് വർക്ക് വരും. ഇതും നമ്മുടെ ഓൺ തന്നെയാണ് കേട്ടോ, നമ്മൾ ചെയ്തിട്ടുള്ള വർക്കാണ്. അതില് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിൽ റെഡ് വൈറ്റ് ഉണ്ട്. ഇതാണ്ടാ, ഇതാണ് ഇതിൽ കളേഴ്സും. ഓ പൊളി, ഇത് ഇട്ട പിന്നെ ആരും നോക്കാണ്ടിരിക്കുക, ആ മരിയാണ്. ഇതിൽ റെഡ് വൈറ്റ് ഉണ്ട്, വെട്ടിക്കാൻ ഇതന്നെ ആപ്ലിക് വർക്ക്. ഇതിപ്പോ എനിക്കൊരു ഡൗട്ട്, ഇത് കണ്ടിട്ട് ഇനി വേറെ വല്ലൊരു കോപ്പി അടിക്കും എന്നുള്ളത്. അത്രയും ഓൾറെഡി കോപ്പി അടിക്കുന്നുണ്ട് എല്ലാരും ഇപ്പൊ. പിന്നെ നിങ്ങൾക്ക് കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അതാണ്. അതാ കണ്ട സ്റ്റൈലോട്ട് സ്റ്റൈല്. ഇതിനും കളേഴ്സ് ഉണ്ട് കേട്ടോ. 4 കളർ 5 കളർ ടു പീസ് ആണ്. വാ അടുത്ത സാധനം ഇത് നോക്കി, നല്ല സ്റ്റാൻഡേർഡ് പീസാണ്. അതാണ് നമ്മ അങ്ങനെ ചെയ്തേക്കണം, വലിച്ചുവാരി ചെയ്യൂല, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുള്ളൂ ഐറ്റം. കണ്ട നമ്മൾ ചെയ്യുന്ന വർക്ക് ഫിനിഷിംഗ് ചെയ്ത് 3 ഫ്ലോർ ആയിട്ടുള്ള ഒരു ടോപ്പ് കളക്ഷൻ ആണ്. അത് 3 ഫ്ലോർ എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും 6 ഫ്ലോർ. ഇവിടുന്ന് ഒരു 3, ഇപ്പുറത്തെ സൈഡും ഉണ്ട് 3, അങ്ങനെ മൊത്തം 6 ഫ്ലോർ ആയിട്ടാണ് ഈ ഒരു ടോപ്പ് കളക്ഷൻ ഉള്ളത്. പുതിയതുള്ളവർക്ക് വേണ്ടിട്ട്. അല്ലാത്തവർക്ക് ഇവിടെ മാർക്കറ്റിൽ നല്ല കച്ചവടക്കാരുടെ ഇടയിൽ നമുക്ക് അബുക്കാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, പിന്നെ എല്ലാരും അറിയും. ഇത് നോക്കി, ഇത് ജോർജറ്റില് ഇതാണ് ആലിയ കട്ടാണ്. ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആയിട്ടാണ്, സൂപ്പർ കളേഴ്സ് ആയിട്ടാണ്. സെറ്റ് അതും സ്ലീവിലുണ്ട്. ഇതിന്റെ സ്ലീവ്ലെസ് ഉണ്ടായി, അത് തീർന്നുപോയി. തീർന്നാലും ഇത്ര വലിയ ഇഷ്യൂ ഒന്നുമില്ല, നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ അല്ലേ. അപ്പൊ സ്ലീവ്ലെസ് തന്നെ നല്ലൊരു ഡിഫറെന്റ് പാറ്റേൺ ആണ്. ഇതാണ്ട അടിപൊളി പാറ്റേൺ ആണ്. ഇത് നമ്മ ഇങ്ങനെ കാണിക്കുമ്പോ ഭംഗി കിട്ടൂല, പക്ഷെ വേറെ ചെയ്യുമ്പോ കണ്ട. ഇതിന്റെ സ്ലീവ് ആണ് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്. ഒരു വെസ്റ്റേൺ ടച്ചിൽ വരുന്ന ഒരു സ്ലീവ് ആണ് കേട്ടോ. ഈ സ്ലീവിനെ എന്തൊക്കെ പറയും, എന്തായാലും നമുക്ക് നോക്കാം. ഇത് അടിപൊളി സംഭവമാണ് കേട്ടോ. ഇതിന്റെ പേര് നമുക്ക് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല, അറിയാത്ത സിൽക്ക്. കൃഷ്. അപ്പൊ ഇതിന്റെ പേര് നമുക്കറിയില്ല സ്ലീവിന്റെ. അപ്പൊ സ്ലീവിന്റെ പേര് ഒന്ന് കമന്റ് ചെയ്യട്ടെ. അത് മതി. സെറ്റ്. ഇതൊക്കെ നല്ല പ്രിന്റ് ആണ്, സൂപ്പർ പ്രിന്റ് ആണ്. നല്ല മെറ്റീരിയലും നല്ല മെറ്റീരിയലാണ്. ജോർജറ്റിൽ വരുന്ന മെറ്റീരിയൽ ജെറി പോയിട്ട് അല്ല, വർക്കും നന്നായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. ഇതിനും കളേഴ്സ് ഉണ്ട് കേട്ടോ, കാണിക്കാൻ എല്ലാത്തിനും കളേഴ്സ് ഉണ്ട്. ഇത് റയോണിൽ തന്നെ ഹെവി റയോൺ കണ്ട 2 പീസ് ആണ്. അതായത് ഹെവി റയോ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ചെറിയൊരു വെയിറ്റ് ഉണ്ട്, കാരണം എന്താ ലൈനിങ്ങും കൂടി ഉണ്ട്. ലൈനിങ്ങും ഉണ്ട്. ഇതാണ് അതിന്റെ പാന്റ് ആണ്, പാന്റും പ്രിന്റ് ആണ്. ഇതിന്റെ വെട്ടിക്കാനില് ഇത് ബെർലിൻ ആണ്. നേരത്തെ പറഞ്ഞില്ലേ ബെർലിൻ മെറ്റീരിയൽ. ഇതിനൊക്കെ സൈസിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 സൈസ് പ്ലസിലും ഉണ്ട്. ഇതൊക്കെ ഇതാണ് ഇതിനും കളേഴ്സ് ഉണ്ട്, 5-6 കളേഴ്സ് അവൈലബിൾ ആണ്. അവിടെ ഒരു കസ്റ്റമർ കണ്ട് ഒന്ന് നമുക്കൊന്ന് റിവ്യൂ തരാൻ താല്പര്യം ഉണ്ടോ? തിരിക്കാൻ പറ്റേ മാഡം? ഇല്ല താല്പര്യമില്ല, വേണ്ട. അല്ല, ചിലർക്ക് എവിടെ നിന്ന് നമ്മൾ എടുക്കണെന്നുള്ളത് അവരൊരു പ്രൈവസി ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ക്യാമറ തിരിക്കാൻ പറ്റിയെന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്ക് അടുത്തേക്ക് എടുക്കാം. നമുക്ക് കളക്ഷൻസ് വേണ്ടതുണ്ട്. റിവ്യൂ എന്ന് പറയുന്നത് റിവ്യൂവിന്റെ ആവശ്യമില്ല. ഹാൻഡ് വർക്ക് ചെയ്തേക്കാണ്. ഇതിന്റെ കളേഴ്സ് ഉണ്ട്, അടിപൊളി കളേഴ്സ് ആണ് എല്ലാം. നൈസ് കോമ്പിനേഷൻ, സൂപ്പർ കളേഴ്സ് ആണ് എല്ലാം. ഓക്കെ, ഇത് മെയിൻ ഐറ്റം ഉണ്ടാവും. ഇത് ഭയങ്കര ഫാസ്റ്റ് ആണ് മാർക്കറ്റിൽ തന്നെ. എലിഫന്റ് പ്രിന്റ് ഇതാണ്, കോട്ടണിൽ തന്നെ എലിഫന്റ് പ്രിന്റ്. നോക്കി, ഇത് നല്ല ഡിമാൻഡുള്ള പ്രിന്റിനാണ് കേട്ടോ കാശ്. പ്രിന്റിന് എത്ര നമ്മൾ പറഞ്ഞാലും അതിന്റെ ഇരട്ടി കൊണ്ടുപോയി കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയില്ല. ഇതിന്റെ കളറൊക്കെ സൂപ്പർ കളേഴ്സ് ആണ്, കളേഴ്സ് കണ്ടാൽ തന്നെ എടുക്കും കസ്റ്റമേഴ്സ്. ഇത് ബെർലിനില് 2 പീസ് ബിഗ് സൈസ് ഒള്ളിയാണിത്, പ്ലസ് സൈസ് മാത്രമേ ഉള്ളൂ. ചെറിയ സൈസ് ഇല്ല, അത് കസ്റ്റമർക്ക് എല്ലാവർക്കും പ്ലസ് സൈസ് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര അങ്ങനെ ഡിമാൻഡ് ചെയ്തിട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ള ഐറ്റംസ് ആണ് ഈ വരുന്നത്. അപ്പൊ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ മൊത്തം ഇങ്ങനെ ഒരു കളക്ഷനാണ് വരുന്നത്. സൂപ്പർ 2 പീസ് ആട്ടോ. ഇതിലും പ്ലസ് സൈസും ഉണ്ട്, നോർമൽ. ഈ കളറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ എല്ലാ കളേഴ്സും അടിപൊളിയാണ്. പ്ലസ് സൈസ് ആണ്. ഇത് പിന്നെ ഒരു ചെറിയ വക ഫംഗ്ഷന് ഇട്ട് പോകാൻ പറ്റും, അത്രയും തിളക്കണ്ടല്ലോ. സാധനം പറയണ്ട, നിസ്സാര എന്താ പറയാ, ചായ കാശിന് നല്ല അടിപൊളി സാധനം കിട്ടും എന്ന് പറയും. അതേപോലത്തെ സാധനമാണത്, അടിപൊളി. ഫുൾ പാനൽ കട്ടാണ്. ആ പാനൽ കാണണമെങ്കിൽ നേരിട്ട് ഇങ്ങോട്ട് വന്നേ പറ്റുള്ളൂ. ഒന്ന് അടുത്തേക്ക് വന്നാലേ ഫസ്റ്റ് ആണ് ഇപ്പൊ 3 പീസ് കാണിക്കണത്. ഇതില് ഒരു മിനിറ്റ് ആ പാനൽ ഒന്ന് കാണിക്കണം. പാനൽ എന്ന് പറയുമ്പോൾ മോളിക്കോട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ആയിട്ട് പോയിട്ട്, അത് സാധാരണ പാനൽ എന്ന് പറയുമ്പോൾ നമുക്ക് അരക്കോടെ പോണത് അതല്ല, ഇത് മോളിക്കോടെ ഷോൾഡറിക്കോടെ വന്നിട്ടുള്ള ഒരു പാനൽ വർക്കാണ്. ഇനി ഇതിന്റെ കൂടെ ദുപ്പട്ട എന്ന് വെച്ചാൽ 3 പീസിന്റെ ഒരു കളക്ഷനാണ് വരുന്നത് കേട്ടോ. അതിന്റെ കളേഴ്സും അവൈലബിൾ ആണ്. അടിപൊളി പീസാണ്. പാനൽ വർക്ക് പറയുമ്പോ ഞാനും ഫ്ലാറ്റ് ആണ്. എന്താ സംഭവം വെച്ചാൽ കാണാൻ ലുക്കായിരിക്കും, ഷേപ്പ് ഉണ്ടാവും. ഇത് വെട്ടിക്കാനിൽ തന്നെ അടിപൊളി പ്രിന്റ് ആണ്, ഫീഡിംഗ് ആണ്. ആക്ച്വലി ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ ആണ്. എന്റെ തെളിവും കൂടി കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ. ഫീഡിംഗ് ആണ് കേട്ടോ.
ഇത് ഏകദേശം ഈ മെറ്റീരിയൽ സെയിം അല്ലേ? സെയിം ആണ്. അതുപോലെ തന്നെ ഫോയിൽ ഫീഡിംഗ് ആണ്. അത് അറിയില്ല. ഒരു മിനിറ്റ്, ഫീഡിങ്ങിന്റെ കാര്യം പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഓൺ പ്രൊഡക്ഷൻ ആണ്, തെളിവാണ് ഇപ്പൊ ഈ കാണിക്കുന്നത്. അത് സെയിം മെറ്റീരിയൽ തന്നെ നമുക്ക് പല മോഡൽ പല പാറ്റേണിലാണ് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഫീഡിംഗ് ആണ്. കണ്ടില്ലേ, ഇത് അറിയില്ല, നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്താണ്ടോ ഫീഡിംഗ് ആണ്. ഫീഡിങ് ഇതിന്റെ കളേഴ്സ് ഒക്കെ സാധാരണ ഫീഡിങ് നിങ്ങൾ ചെയ്യാറില്ല? ചെയ്യാറുണ്ട്. നമുക്ക് കാണിക്കാൻ പറ്റണില്ല. അതിന്റെ കളേഴ്സ് നോക്കി. ഇതാണ് ഇപ്പൊ ട്രെൻഡ് കളർ. ബ്ലൂ, ഈ ബ്ലൂ, വയലറ്റ് ആണോ ബ്ലൂ ആണോ നേവി ബ്ലൂ ആണോ എന്താ പറഞ്ഞാലോ ഒരു ഇത് 2 പീസ് ആണോ? ഫീഡിങ് തന്നെ 2 പീസ് ആണ്. 2 പീസിന്റെ സെറ്റ്. 2 പീസ് വിത്ത് പാന്റ് അടക്കട്ടോ. ഇതൊരു നല്ലൊരു സ്റ്റാൻഡേർഡ് കുർത്തിയാണ്. കുർത്തി ഇങ്ങനെ വെക്കില്ല അല്ലേ? എന്നാലും അതിന്റെ ഡിഫറെന്റ് കുർത്തിയാണ്. അതാണ് അതിന്റെ പോക്കറ്റ് ഒക്കെ നോക്കി. അതിന്റെ ഞാൻ പിടിച്ചു കാണിച്ചു തരാം, അതാ നല്ലത്. സെറ്റ് ഇത് ഒരൊറ്റ പീസ് ഇട്ടാൽ മതി, അപ്പൊ തന്നെ ലുക്ക് മാറി. ഒരു വെസ്റ്റേണിലേക്ക് കടന്നു. വെസ്റ്റേൺ അല്ല, ശരിക്കും കുർത്തിയാണ്. അത് ഇടുമ്പോ നല്ല രസമാണ്. ഇവിടെ ഉള്ളവർ എടുത്തിട്ട് എന്ത് രസമാണ് ഇട്ടിട്ട്. അതെ, സെറ്റ് സെറ്റ്. പിന്നെ എടുക്കുമ്പോ 4 പീസ് എടുക്കണം. ഇത് കോട്ട് സെറ്റ് ആണ്. ഇത് അതിന്റെ ടോപ്പും ഉണ്ട്, കോട്ട് സെറ്റും ഉണ്ട്. ഇത് റയോൺ ആണ്. റയോൺ ആണ്. നല്ല റയോൺ, നല്ല വർക്കൊക്കെ ചെയ്തിട്ട് അതിന്റെ ഭംഗി നല്ല അടിപൊളി സെറ്റ് കേട്ടോ. ഓക്കേ, ഇനി ആ വെട്ടിക്കാൻ തന്നെ ഒരു ബിഗ് സൈസ് കാണിച്ചാ 2 പീസ് പ്ലസ് സൈസ് ഉള്ളി. പ്ലസ് സൈസ് ഉള്ളി ഇതാണ്ട. പ്ലസ് സൈസ് ഉള്ളിയാണ്. നോക്കി, ഇതാണ്ട പ്ലസ് സൈസ് ഉള്ളിയാണ്. ലുക്ക് തന്നെ മാറി. ഇത് 46, 48, 50, 52 ഒരു സൈസ് വരും. ലാസ്റ്റ് 52 ആണ്. 52 വരും ലാസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ. 52 സൈസിന്റെ കുർത്തി 2 പീസില്. ഇത് നോക്കി, ഇതൊരു വേറെ പ്രിന്റ്. പ്രിന്റിന്റെ കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എപ്പോഴും ഇങ്ങനെ മാറി മാറി പ്രിന്റ് ആണ് കേട്ടോ. അപ്പൊ എപ്പോഴും ഡിഫറൻസ് വരും. അതിന്റെ പാന്റും കൂടി പ്രിന്റ് വരുമ്പോഴാണ് അതിന്റെ ഭംഗി വരുന്നത്. അതിന്റെ ഭംഗി ഉണ്ടാവില്ല. പ്ലെയിൻ വന്നിട്ടുണ്ട് നമുക്ക്. പക്ഷെ കോട്ട് സെറ്റ് എന്ന് പറയുമ്പോ സെയിം മെറ്റീരിയൽ സെയിം പ്രിന്റിൽ വരണം, എന്നാലാണ് അതിന്റെ ഒരു ലുക്ക് തന്നെ മാറുള്ളൂ. ഇത് ഒരു 3 പീസ് ആണ്. 3 പീസ് ഹാൻഡ് വർക്കിൽ 3 പീസ് ആണ്. ഹാൻഡ് വർക്കിൽ 3 പീസ് വിത്ത് ദുപ്പട്ട. ദുപ്പട്ട ഇതിന്റെ വർക്ക് ഇങ്ങനെ ഹൈഡായി പോണു പിടിക്കുമ്പോ. അത് ഇങ്ങനെ പിടിക്കുമ്പോഴേ ഇങ്ങനെ പിടിക്കുന്ന കണ്ട, അപ്പോഴാണ് അതിന്റെ ലുക്ക് കാണാൻ പറ്റുള്ളൂ. ഷോളും വിത്ത് ദുപ്പട്ട. ദുപ്പട്ട ഒന്ന് ഓപ്പൺ ചെയ്ത മൽ കോട്ടന്റെ കേട്ടോ സെറ്റ്. അപ്പൊ 2 പീസ് 3 പീസ് സിംഗിൾ കുർത്തീസ് ഒക്കെ ഈ ഒരു ഫ്ലോറിലുണ്ട്. പിന്നെ പാർട്ടി വെയർ ആണെങ്കിൽ മോഡല് ജീൻസ് അങ്ങനെ ഐറ്റംസ് ഇങ്ങനെ മാറി ഇതൊക്കെ നോക്കി. ഇതൊക്കെ നല്ല അടിപൊളി പീസാണ്. അതും 3 പീസിന്റെ സെറ്റ് ആണ് കേട്ടോ. അത് ഫ്രണ്ടിൽ മാത്രമല്ല ബാക്ക് സൈഡിലും ഇങ്ങനെ ഒരു ഫുൾ വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ. ഫുൾ എംബ്രോയിഡറി ഫ്രണ്ടും ബാക്കും. അങ്ങനെ ഇതാകണ്ട ഷോളിട്ട് ഇങ്ങനെ. അതും സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. മെറ്റീരിയലിന് ഒരു മാറ്റം ഇല്ല. നമുക്ക് ചിലര് ദുപ്പട്ട വേറെ കുറയ്ക്കാൻ വേണ്ടിട്ട് മാറ്റി അങ്ങനെ ഹാൻഡ് വർക്ക് 2 പീസ് തന്നെയാണ്. സ്ട്രൈറ്റ് കുർത്തിയിൽ ഹാൻഡ് വർക്ക് തന്നെയാണ്. സൂപ്പർ. പിന്നെ ഇത് ഫീഡിംഗ് ആണ്. പക്ഷെ ഇത് വെറൈറ്റി ആണ്. ഇത് കണ്ട, ഫീഡിംഗ് ആണ്. ഇതാണ്ട, ഇത് സാധാരണ ഇവിടെയാണ് ഫീഡിംഗ് വരാ. ഇതിന്റെ ഫീഡിംഗ് ഇവിടെയാണ്. ഇത് കണ്ട, ഇതിങ്ങനെ ഓപ്പൺ ആക്കിയാൽ മതി. അത് ശരി. ഓ, യൂസ് ചെയ്യാനും പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ യൂസ് ചെയ്യാലോ. ഒരു കംപ്ലൈന്റ് വരില്ല. അപ്പൊ ഇത് ഫീഡിംഗ് കുർത്തിയാണ്. അത് ഒരു ആലിയക്കട്ട് മോഡലാണ് ചെയ്തേക്കുന്നത്. അത് ഫീഡിംഗ് ഓൾമോസ്റ്റ് എല്ലാം പ്ലസ് സൈസിലാ ചെയ്യുള്ളൂ. എന്നുവെച്ചാൽ ഒരു പ്രസംഗം തടി വെക്കും. അതാണ്. നോക്കി, ഇത് 3 പീസ് ആണ്. നമ്മ ഇതിന് നേരത്തെ ഒരു ടോപ്പ് മാത്രം കാണിച്ചിട്ടുണ്ടായി, വേറെ പാറ്റേൺ. ഇത് 3 പീസ് ആണ്. പക്ഷേ 3 പീസ്. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ചെയ്തെടുക്കാം. സീസൺ സമയത്താകുമ്പോ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത സമയത്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഹെവി വർക്കാണ്. ഷോൾ നോക്കി, നല്ല ഹെവി വർക്കാണ്. അതും ജോർജറ്റില്. ആ വർക്ക് ടോപ്പിന്റെ വർക്കും അത് നല്ല പ്രീമിയം വർക്കാണ്. അതെ അതെ അതെ, ഞെട്ടിക്കൽ സംഭവം വരുന്നു. ഇതെന്താണ്? 2 പീസ് ആണ്. അടിപൊളി. അതിന്റെ ആ ഒരു സ്റ്റിച്ചിങ്ങിലാണ് കാശ്. ആ ഒരു വി സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ആ ഒരു വർക്കില്ലേ, അതിലാണ് കാശ് എന്ന് പറഞ്ഞത്. സൂപ്പർ സാധനം എന്ന് പറഞ്ഞാൽ അതിന്റെ കളേഴ്സ് ഉണ്ട്. ഇതും 2 പീസ്. ഇത് പ്ലസ് സൈസ് ഉള്ളി. പ്ലസ് സൈസ് എടുത്ത് കാണിക്കാന്ന് വെച്ചാൽ കസ്റ്റമർ കുറെ ചോദിക്കുന്നുണ്ട്. ഡിമാൻഡ് കൂടുതൽ പ്ലസ് സൈസ് ഡിമാൻഡ് ആണ്. പിന്നെ കംഫർട്ടബിൾ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ പ്ലസ് സൈസിൽ ഉണ്ടാക്കാണ്ടിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അത്രയും യൂണിറ്റ് എന്ന് പറയുമ്പോൾ 1-2 യൂണിറ്റിൽ യൂണിറ്റിൽ ഇങ്ങനെ യൂണിറ്റ് ഉണ്ട് അതിന്റെ. ഇത് സ്ലീവ്ലെസ് കോട്ടണിലാണ്. അതും നല്ല അടിപൊളി സാധനം കേട്ടോ. ഈ സാധനം എന്ന് പറയുമ്പോൾ ബാക്കിലാണ് ഇതിന്റെ ഹിഡൻ സിബ് കൊടുത്തിരിക്കണത്. അപ്പൊ ഒരു ടീനേജ് യൂത്തുകാർക്ക് പറ്റിയ സംഭവം 2 പീസിന്റെ ഒരു കളക്ഷൻ കേട്ടോ. അല്ല, ഇതിന് ഡിമാൻഡ് കൂടുതലാണ്.
അതിന്റെ കളേഴ്സ് ഉണ്ട്. ഒരു ഡിഫറെന്റ് പാറ്റേൺ ആണ് അതാണ് എടുത്ത് കാണിക്കുന്നത്. ഒരു അംഗ്രക്ക സ്റ്റൈലാണ് ഇതിന്റെ യോക്ക്. വെറൈറ്റി പീസ് ആണ് അത്. അത് നമ്മൾ വേറെ ചെയ്യുമ്പോ നല്ല രസമാണ് കാണാനായിട്ട്. കൂടുതൽ ഈ ജയ്പൂരി കോട്ടണിലൊക്കെയാണ് ബ്രൈറ്റ് കളേഴ്സ് ആണ്. അതിന്റെ ഗ്രീന് ഒരു സാധനം പിടിച്ചിരിക്കണൊക്കെ പിടിച്ചോ ഇതാണ്ടാ ടു പീസ് ആണ്. ടു പീസ് ആണ്. ആ ഇന്നർ ഉള്ളിൽ സെറ്റ് ചെയ്യണം, എന്നാലേ അതിന്റെ ഒരു ലുക്ക് മനസ്സിലാവുള്ളൂ. ലുക്ക് വരുള്ളൂ. കണ്ടോ ഇതെന്താ മെറ്റീരിയൽ? നല്ല ഇത് ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ്. ഹെവി മെറ്റീരിയൽ. ഈ മെറ്റീരിയലിന് നമുക്ക് പേരിട്ടാലോ? ഇപ്പൊ പേരിടാം നമുക്ക്. എന്തെങ്കിലും പേര് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെന്നെ സജസ്റ്റ് ചെയ്യും. നമുക്ക് ഈ മെറ്റീരിയലിന് എന്ത് പേരായിട്ടുണ്ട് ആ പേര് നിങ്ങളുടെ കമന്റ് അനുസരിച്ച് ചൂസ് ചെയ്തിട്ട് നമ്മൾ ആ പേര് ഇടുന്നതായിരിക്കും. അപ്പൊ ഈ മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്താൽ നോക്കിയാ അപ്പൊ മെറ്റീരിയൽ പേരിടുന്നത് നിങ്ങളായിരിക്കും കേട്ടോ. ഈ വർക്കൊക്കെ പിന്നെ ബാക്ക് സൈഡിലും വർക്ക് ഉണ്ട് അല്ലെ. ഇത് 2 ടു പീസിന്റെ ആണ് കേട്ടോ. പാന്റ് ഇല്ല അതിന്റെ കൂടെ വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഫുൾ കളേഴ്സ് ഇതൊക്കെ ഒരു ഡിഫറെന്റ് പാറ്റേൺ ആണ്. ഇതൊന്നും നോക്കിയാൽ ഫുൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. സ്റ്റോക്ക് ഫുൾ ആയിട്ട് ആക്ച്വലി സ്റ്റോക്ക് എന്ന് പറയാൻ പറ്റില്ല. കൈയോടെ ഹാൻഡ് പിക്ക് ആയിട്ട് നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ ഇതിന്റെ ഒന്ന് വർക്ക് നമുക്ക് നോക്കാം. വർക്ക് നോക്കുകയാണെങ്കിൽ ഓവറോൾ ഫുൾ വർക്കോട് കൂടി വർക്കാണ് കേട്ടോ വരുന്നത്. ഇത് 3 പീസ് ആണ്. ജോർജറ്റിലെ വരുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ കളേഴ്സും ഉണ്ട് കേട്ടോ. അപ്പൊ 4 കളേഴ്സ് വരുന്നുണ്ട്. അടിപൊളി സെറ്റ് ആണ് കേട്ടോ ഇത് വരുന്നത്. ഇനി ഇത് കൂടാണ്ട് നമുക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പോലത്തെ സംഭവം പിന്നെ ഇവിടെ കുറെ ഞാൻ ഇങ്ങനത്തെ സംഭവം അറിയാണ്ട് പോണ്ട. കസ്റ്റമേഴ്സ് ചിലർ മേളിൽ കയറൂലേ, അപ്പൊ കണ്ടാലേ അവര് കയറുള്ളൂ. അപ്പൊ അതിന് വേണ്ടി ഇട്ടേക്കണത്. ഓക്കെ. അപ്പൊ ജാക്കറ്റിലാണെങ്കിൽ പലതരം ജാക്കറ്റ്സ് ഇപ്പൊ ഇതായോണ്ടേ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ സീസൺ സമയത്താണോ? നമുക്ക് ഈ ക്രിസ്മസിന്റെ സമയത്ത് മാത്രമാണ് ഇങ്ങനത്തെ നമ്മൾ ചെയ്യുള്ളൂ. അല്ലാത്ത സമയത്ത് ചൂടല്ലേ, പിന്നെ അവിടെ ആരും അങ്ങനെ യൂസ് ചെയ്യും. ആര് മേടിക്കാൻ? ഇപ്പൊ ആണെങ്കിൽ മേടിക്കാൻ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനത്തെ വെസ്റ്റ് ഇതിന്റെ സാധനങ്ങളൊക്കെ എല്ലാ സെക്ഷനും മേളാണ്. ബാക്കി മേളിൽ പോവാ. ടീനേജിന്റെ വെസ്റ്റേൺ ആണോ ഇനി നിങ്ങൾ നോക്കുന്നത്? അതിന്റെ വെറൈറ്റീസ് ആണ് ഈ ഒരു മൊത്തം ഫ്ലോറിലിരിക്കുന്ന. ബിലാൽ ഈ പോലത്തെ സംഭവം ഈ ഫ്ലോറിലാണ്. പക്ഷെ ഇത് രണ്ടും 2 സെപ്പറേറ്റ് ആണ്. ഈ ജാക്കറ്റ് വേറെ സെപ്പറേറ്റ്, ഇത് സ്ലീവ്ലെസ് ആയിട്ട് സെപ്പറേറ്റ്. ജാക്കറ്റിൽ തന്നെ കളേഴ്സ് ഉണ്ട്. റെഡ് ഒക്കെ ഉണ്ട്. ഡിസ്പ്ലേയിലേക്ക് ഒന്ന് കാണിക്കാം. പടിയിലമ്മ ഇട്ടില്ലേ ജാക്കറ്റ് ഇട്ടില്ലേ, ഇത് ഇട്ടില്ലേ, ഡിസ്പ്ലേ ഇട്ടില്ലേ, അതിന്റെ മോഡലാണ് ഈ കാണുന്നത്. ജാക്കറ്റിന്റെ വെറൈറ്റീസ് ആണ് ഇത് മൊത്തം. ഇത് ഈ സീസൺ അനുസരിച്ച് ഉണ്ടാവുള്ളൂ. ഇത് പക്ഷെ ഇത് റെഗുലർ ആയിട്ടാണ്. ഇത് നമുക്ക് ചിലര് സാരിക്ക് ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ടൈപ്പിൽ ഇത് യൂസ് ചെയ്യാം. ഇതിന്റെ കളേഴ്സും പ്രിന്റ് ഒക്കെ അങ്ങനത്തെ പ്രിന്റും കളേഴ്സ് ആയതുകൊണ്ടാണ് അത്. ഇതും അതെ. ഇതാണ് ഇതൊക്കെ ഇത് ഓപ്പൺ ആണ്. ഇത് ഓപ്പൺ ആക്കാം. ഇതാണ്ടോ ക്രോഷ്യയില് ജാക്കറ്റ് ആണെങ്കിൽ ജാക്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഞാൻ ക്രോഷ്യ ആയിട്ട് ഉപയോഗിക്കാം, അങ്ങനെ ഉപയോഗിക്കാം. ഇതൊക്കെ വിന്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ടീഷർട്ടാണ്. നല്ല അടിപൊളി മെറ്റീരിയൽ ആണ്. ഇത് റെഡ് ക്രിസ്മസിന്റെ മെയിൻ ഐറ്റം ആണ്. ഇതാണ്ടില്ലേ, ഇതൊക്കെ നല്ല അടിപൊളി ജാക്കറ്റ് ആണ്. ഞാൻ ഫാൻ ആയിട്ടോ. ഇതാണ്ടോ ഇതൊക്കെ നോക്കിയേ, ഇതൊക്കെ റെഡും ഇതിൽ ഷർട്ടാണ്. ഭയങ്കര ഫാസ്റ്റ് ആണ് ഈ ഷർട്ടൊക്കെ. ഇത് നോക്കിയേ, ഇത് ക്രിസ്മസിന് ഒന്നും വേണ്ട, ഒരു തൊപ്പിയിടാ ഇറങ്ങാം, അങ്ങനത്തെ ഐറ്റംസ് ആണ്. പിന്നെ ധാരാളം ഫ്രോക്ക് ഉണ്ട്. ഫ്രോക്കിൽ അത്രയും വെറൈറ്റീസ് ആണ്. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഫ്രോക്കിലായിട്ട് കാണിച്ചാൽ തീരൂല, അത്ര ഐറ്റം ഉണ്ട് കാണിക്കാൻ. ഇതാണ്ടോ ഡെനിമിലൊക്കെ നോക്കി നല്ല അടിപൊളി വർക്കാണ്. ഇതാണ്ടോ സൂപ്പർ. അതും ഷോർട്ട് ലോങ് ആയിട്ടുള്ള പല മോഡൽസ് ഉണ്ട്. ഇതിന്റെ തന്നെ വേറൊരു മോഡൽ, ഇതിന്റെ തന്നെ പറഞ്ഞത് ഇഷ്ടംമാതിരി മോഡൽ ഉണ്ട്. ഇതേ സെയിം തന്നെ 2 പീസിന്റെ ബീഡ്സ് വർക്ക് തന്നെ 4 മോഡൽ ഉണ്ട്. ഇതാണ്ടോ ഇതൊക്കെ ഫ്രോക്ക് ഐറ്റംസിലാണ്. ഇതൊക്കെ നോക്കി നല്ല ഇതൊക്കെ ഹെവി മെറ്റീരിയൽ ആണ്. നല്ല ഖാദി കോട്ടൺ പ്യുവർലി വരുന്നത് കേട്ടോ. അതും ഫിറ്റിംഗ് ഒക്കെ പെർഫെക്റ്റ്. ഇത് കോട്ടണിൽ സ്ലീവ്ലെസ് ആണ്. ഓ, ഇതൊക്കെ കാണുമ്പോ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കിടന്നിട്ട് വിങ്ങുണ്ടാവും. അയ്യോ, എനിക്ക് അതാണോ ഇതാണോ? ഇത് നേരത്തെ കാണിച്ചില്ല ബീഡ്സ് വർക്ക്. പക്ഷെ എന്ത് വിങ്ങാലും കച്ചവടക്കാർക്ക് മാത്രമേ ഉള്ളൂ, സിംഗിൾ പീസ് ഇവിടെ ഇല്ല. സ്ലീവ്ലെസ് ഭയങ്കര ഫാസ്റ്റ് ആണ്. അതാണ് സ്ലീവ്ലെസ് ധാരാളം വന്നിരിക്കുന്നത്, കൂടുതൽ മൂവിങ്. ഇതാണ്ടോ ഇതൊക്കെ ഫ്രോക്ക് ആണ്. ഈ റെഡിലൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആണ്. ഈ ഫ്രോക്ക് ബെൽറ്റിലുള്ളതാണ്. ഇത് ബെൽറ്റ് മാറി വരും. ചിലപ്പോ വൈറ്റ് വരും, ചിലപ്പോ ബ്ലാക്ക് വരും, അങ്ങനെ പല ഇതിൽ വരും. ഇപ്പൊ നമ്മളെ ചേച്ചി വേറെ വേറെ ഷോർട്ട് ഉണ്ട്. ഷോർട്ട്
ഇത് ആക്ച്വലി ഇതുപോലത്തെ സ്ലീവ് ആണ് കേട്ടോ. ഞാൻ ഫുള്ള് ഇട്ടിരിക്കണത് ലോങ് സ്ലീവ്, ലോങ് ഇതില് വരുന്നത് ഫുൾ ഇങ്ങനെ സ്ലീവ് ആയിട്ടുള്ളത്. അല്ല, ഈ സ്ലീവ് ഇടാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ കാണിച്ചത് മാത്രം. അപ്പൊ ജാക്കറ്റിന്റെ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇതിൽ തന്നെ ഡെനിം എങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ട്. ഇത് ഷോർട്ട് ഇതൊക്കെ നിസ്സാര റേറ്റ് നമുക്ക് പറയാൻ പറ്റാത്തതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പൊള്ളി ക്രിസ്മസ് ഈ പ്രാവശ്യം അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എല്ലാം കാണിക്കാൻ പറ്റണില്ല. ശരിക്കും സ്ലീവ്ലെസ് വീഡിയോയിൽ തന്നെ മര്യാദ കാണിക്കാൻ പറ്റും. ശരിക്കും സ്ലീവ്ലെസ് ഇടണവരാണെങ്കിൽ ഇതുപോലത്തെ നല്ല കളക്ഷൻസ് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇത് ആദ്യം കാണിച്ചെങ്കിൽ ഞാൻ ഇത് ഇട്ടേനെ. പക്ഷെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ സ്ലീവ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇടണം. അതാണ് അത് സ്ലീവ് അതേപോലെ കാണിക്കണം. ജാക്കറ്റ് ഇട്ട് അതിന്റെ ഭംഗി പോവും. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇതൊന്നും വെസ്റ്റേണില് ക്രോപ്പ് ടോപ്പില് റെഡില് അങ്ങനെ ഐറ്റം. ഇതിന്റെ തന്നെ ഫ്രോക്ക് ഉണ്ട്, ജാക്കറ്റ് ഉണ്ട്, പല മോഡൽ ഉണ്ട്. ഇതിന്റെ സെയിം മെറ്റീരിയൽ തന്നെ. അതിന്റെ പല വെറൈറ്റീസ് ഉണ്ട് അതിന്റെ. പിന്നെ ഇത് ഫ്രോക്ക് നമ്മൾ ധാരാളം ഫ്രോക്ക് കാണിച്ചില്ലേ. അത് ഞാൻ ഫ്രോക്ക് കാണിക്കാൻ തന്നെ കണ്ട അത്രയും ഫ്രോക്ക് കാണിക്കാനായിട്ട് കവർ ചെയ്യാനുണ്ട്. അത് സ്മോക്കി വർക്ക് ഒക്കെ ആയിട്ട് ഇത് റെഡും വൈറ്റിലും ക്രിസ്മസിന്റെ. പിന്നെ സ്കൂളിലേക്ക് നമുക്ക് സെലിബ്രേഷൻ ഒക്കെ അവരെ പോലത്തെ പിള്ളേർക്ക് നിൽക്കാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനത്തെ സെലക്ഷൻ ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കച്ചവടക്കാർ തന്നെയല്ലേ ഇവിടെ. ഇത് ഇതാണ്ടോ സ്ലീവ്ലെസ് ഫ്രോക്കാണ്. വെറൈറ്റി പീസ് ആണ് ഇതൊക്കെ. സെലക്ഷന് അടിപൊളി. ഇത് ടീഷർട്ടില് ഇത് ക്രോപ്പ് ടീഷർട്ട്. ഇതിന്റെ തന്നെ ലെങ്ത് ഉള്ളതുണ്ട്, ബിഗ് സൈസ് ഉണ്ട്, അങ്ങനെ പല മോഡലുണ്ട്. ഓക്കെ, ഇതിന്റെ ശരിക്കുള്ള ലുക്ക് കാണണമെങ്കിൽ ഇതാണ് അടിപൊളി. അപ്പൊ ക്രിസ്മസ് ആയിട്ട് മാത്രമല്ല, അല്ലാത്ത സമയത്തും ഇവിടെ വെസ്റ്റേൺ ഉണ്ട്. പക്ഷെ ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് കാണിക്കണം എന്നുള്ളൂ. ഇതാണ് ഇത് കഫ്താൻ ഷർട്ടാണ്. ഇത് ഒരു ഇമ്പോർട്ടന്റ് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ കണ്ട നമ്മത് നിങ്ങത് തൊട്ടാലേ എന്റെ ഫീൽ അറിയുള്ളൂ. വേറെ ഏതായാലും എന്റെ ഫീൽ അറിയുള്ളൂ. സത്യം, തൊടണതും വേറെ ഇടണതും വേറെ. ഇട്ട കംഫർട്ടബിൾ. അതിന്റെ തന്നെ പ്ലെയിൻ ഉണ്ട് കണ്ട, അതിന്റെ തന്നെ പ്ലെയിൻ ഉണ്ട്. ഇതിലെ കളേഴ്സ് ഉണ്ട് കേട്ടോ. പൊളി കണ്ട, അപ്പൊ സെയിം പ്ലെയിൻ ആണ്. ഇനിയിപ്പോ ഇതിന്റെ അടിയിലേക്ക് ഒന്നും ഇല്ലാന്ന് വിചാരിക്കണ്ട, അതും ഇവിടെ അവൈലബിൾ ആണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ജീൻസ് ടൈപ്പിലാണെങ്കിൽ അതിന്റെയും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് റെഡില് ഇതാണ്ടോ, റെഡില് കാണിക്കണം എന്നുള്ളൂ കേട്ടോ, എന്നാലേ കസ്റ്റമറിന് അറിയുള്ളൂ ക്രിസ്മസിൽ ഇത്രയും റെഡ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിയുള്ളൂ. ഇത് S മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ഇതിന് സൈസ് ഉണ്ട്. പിന്നെ ടീനേജ് തൊട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ നോക്കി, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ഫാബ്രിക് ആണ്. ഇതാണ്ടോ ഒരു ഫീലിംഗ്. കളേഴ്സ് കൂടി കാണണം. കളേഴ്സ് കൂടി കണ്ടാൽ നിങ്ങൾ അത് ആകെ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ്. ഇത്രേ ഉള്ളൂ, അടിപൊളി സാധനം. അത് അറിഞ്ഞ മോളെ കാണിച്ചില്ലേ, ഒരു റെഡില് കാണിച്ചില്ലേ, അതിന്റെ പാറ്റേൺ ആണ്. ഇതാണ്ടോ റെയിൻബോ സ്റ്റൈലാണ്. ജാക്കറ്റ് ഒക്കെ ഉണ്ടെന്ന് തിളങ്ങണത് വേണ്ട, നമുക്ക് സിമ്പിൾ ആയിട്ട് മതി. ഗൗൺ ടൈപ്പ് ആണ്. അതിന്റെ മെറ്റീരിയൽ ഉണ്ട്. പൊളി, എനിക്ക് ഇഷ്ടമായി. അടിപൊളി മെറ്റീരിയൽ ആണ്. സിമ്പിൾ ആയിട്ട് ഒരു മെറ്റീരിയൽ ആണ്. ഓഫീസ് വെയറിനും അതുപോലെ അങ്ങനെ പല ഒക്കേഷനിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. സ്ലീവ്ലെസ് ഉള്ളിൽ ഇന്നർ വരും. ഇങ്ങനെയായിരിക്കും. പിള്ളേർക്ക് ഈ മോളിലേക്ക് ഒന്നും വേണ്ട, ഇതുണ്ടെങ്കിൽ ധാരാളം സെറ്റാണ് അല്ലേ. പിന്നെ വീഡിയോന്റെ തുടക്കത്തോ അവിടെ ഫ്രണ്ടിൽ തന്നെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്ടാണ്, ഇത് ലോങ്. വെസ്റ്റേൺ വെയറിന്റെ അതിന്റെ ലോങ് ഡൗൺ ആയിട്ട് കണ്ട, ഉള്ളിൽ ഇന്നർ ആയിട്ട് വരും. ഇത് ഇന്നറാണ്. വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാം ഇങ്ങനെ ഉള്ളിൽ. അപ്പൊ കൈ സ്ലീവ് ആണെങ്കിൽ സ്ലീവ് ഇടുണ്ടെങ്കിൽ ഇത് ജംപ് സ്യൂട്ട് ആണ്. ഇതാണ് ജംപ് സ്യൂട്ട് ആണ്. ജംപ്സൂട്ട് ആണ്, പക്ഷെ ഇതിന് അടിയിൽ ലെങ്ത് ഇല്ല എന്ന് മാത്രം. ട്രൗസർ ആയിട്ട് ഫുള്ള് വരുന്നുണ്ടോ? ഇല്ല, ഫുള്ള് വരില്ല. പിന്നെ നമുക്ക് ഇതിന്റെ സ്ലീവ്ലെസ്, അതിന്റെ പ്രിന്റ് ചെയ്താണ്, ടൈഗർ പ്രിന്റ് ആണ്. പൊളിച്ചു മക്കളെ. സ്ലീവ്ലെസ് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഭയങ്കര ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞില്ലേ. നേരത്തെ ഗൗൺ കാണിച്ചില്ലേ, ആ ഗൗണിന്റെ പാറ്റേൺ അതിന്റെ വേറെ പ്രിന്റ് ആണ്. അടിപൊളിയല്ലേ? അടിപൊളി പ്രിന്റ് ആണ്. മെറ്റീരിയൽ നല്ല ഇമ്പോർട്ടന്റ് ഫാബ്രിക് ആണ് കേട്ടോ. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നീ ലെങ്ത്തിൽ ഇതാണ്. ഗൗണിലുണ്ട്, നീ ലെങ്ത്തിലുണ്ട്, പല പല പാറ്റേണിലുണ്ട്. ഒരു എന്താ പറയാ, കുഞ്ഞു കുട്ടികൾക്ക് തൊട്ട് പെൺകുട്ടികൾക്കായാലും ടീനേജ് ആയാലും ലേഡീസിനായാലും അങ്ങനെ ആ ഏജ് കാറ്റഗറി ഒന്നുമില്ല, എല്ലാം അത് ഇവിടെ അവൈലബിൾ ആണ്. ആണുങ്ങൾക്ക് മാത്രമേ ഇല്ലാത്തതുള്ളൂ. ഇത് ഗൗൺ കണ്ടോ, അത് ഇന്നർ എടുക്കട്ടോ. അറ്റാച്ച് ആണ്. അറ്റാച്ച് ആണല്ലേ, അറ്റാച്ച് ഇന്നർ. ഓക്കെ. ഇത് നോക്കി, ഇതാണ്ടോ, ഇതും ഗൗണിൽ തന്നെ. ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഭംഗി അറിയുള്ളൂ. ഇത് ആക്ച്വലി റെഡ് ആണെങ്കിൽ തീർന്നു പോയതാണ്. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, ലാസ്റ്റ് ടൈമിൽ വരരുത്, വരുമ്പോ കുറച്ച് നേരത്തെ വരാം. സെലക്ഷൻ ഇഷ്ടം പോലെ ഉണ്ട്. വേഗം വന്നാൽ വേഗം നന്നായി ചൂസ് ചെയ്ത് പോകാം. നമുക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോ ഒരു കച്ചവടക്കാരെന്നൊക്കെ പറയുമ്പോ ഡിസംബർ ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും, ഒരു ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കിനുള്ളിൽ
ഓൾമോസ്റ്റ് കവർ ആകും. അപ്പൊ വേഗം വന്നു കഴിഞ്ഞാൽ നല്ല സെലക്ഷൻ. പിന്നെ റീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് കിട്ടണമെങ്കിൽ റീറ്റെയിലേക്ക് പോകണം. അപ്പൊ നേരിട്ട് വരാൻ വേഗം ശ്രമിക്കുക. സൺഡേ ഓപ്പൺ ആണ്. 8ാം തീയതി കേക്കിന്റെ കാര്യം മറക്കരുത്. എടുത്തെടുത്ത് ഹക്കോബേലി നീ ലെങ്ത് ഇതും ക്രിസ്മസ് ഇത് ഇതാണ് ക്രിസ്മസിന്റെ ഐറ്റംസ് തന്നെ. അതിന്റെ കളേഴ്സ് ഉണ്ട്, വേറെ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ നോർമലായിട്ട് യൂസും ചെയ്യാം. ബ്ലാക്കിലോക്കി ഇതൊക്കെ നല്ല അടിപൊളി പാറ്റേൺ ആണ്. ഇത് വെട്ടിക്കാലിനും ഫ്രോക്ക് ഇറക്കി സ്ലീവ് ഒക്കെ ആണ് ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുള്ള ഒരു മോഡൽ വരുന്നത്. പിന്നെ ഷർട്ടിലുണ്ട് കേട്ടോ. ഷർട്ടിലൊക്കെ ധാരാളം വെറൈറ്റീസ് ഉണ്ട്. ഇത് കഴിയൂലല്ലോ. ഇതാ പറഞ്ഞ ഇത് നീ ലെങ്തില് ഇതിന്റെ തന്നെ പ്ലെയിനിലുണ്ട്, പ്രിന്റിലുണ്ട്. പ്രിന്റ് പല പല പ്രിന്റ് സൈസും ഉണ്ട്. നീ ലെങ്തിൽ തന്നെ സൈസും ഉണ്ട്. ഇതൊക്കെ മിക്കതും ഫ്രീ സൈസ് ഒക്കെ വരാം. ഇതൊക്കെ നോർമലി ഇങ്ങനെ ഫ്രീ സൈസ് ആയിരിക്കും. പിന്നെ കൊറിയൻ ടോപ്സിന്റെയും നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഈ സൈഡ് മൊത്തം കാണുക. ഷർട്ടിന്റെ സെക്ഷൻ ഉണ്ട്, ഇഷ്ടംമാതിരി. ഇത് ക്രോഷ്യല്ലേ കേട്ടോ ഷർട്ട്. നമ്മള് നേരത്തെ ഡിസ്പ്ലേയിൽ കണ്ടത്, അവിടെ കണ്ടത്. ഇത് ഫുൾ ഈ ഒരു കൊറിയൻ സ്റ്റൈലിൽ വരുന്ന കളക്ഷൻസ്. ഇതൊരു വെറൈറ്റി ഷർട്ടാണ്. അതിന്റെ മെറ്റീരിയൽ കണ്ടാലേ അറിയുള്ളൂ. അതിന്റെ കളേഴ്സും കണ്ടോ നോക്കി. മെറ്റീരിയൽ നോക്കി അതിന്റെ അതാണ് പറഞ്ഞത്, ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് വരുന്നത് കേട്ടോ. അത് ഈ മൊത്തം ഡിഫറെന്റ് കളേഴ്സ് ആണ്. ഒരു സൈസ് ആയിരിക്കും. കളേഴ്സ് മാറി മാറി വരും. വെറൈറ്റീസ് ഇതിപ്പോ മെയിൻ ഐറ്റം ആണ്. ഇതെല്ലാം നമ്മുടെ മുത്തുകൾ ഇട്ടുണ്ടായിരുന്നേ. ഇതാണ് മെയിൻ ഐറ്റം. അതന്നെ ഇത് മെയിൻ ഐറ്റം ആണ്. അതും ഇത് പ്രിന്റ് കേട്ടോ, വിവിംഗിൽ വരുന്നതാണ്, എംബ്രോയിഡറിയിലാണ് വരുന്നത്. ഈ കട്ടിങ് ഉണ്ടല്ലോ, ഈ കട്ടിങ്ങിനുള്ള അങ്ങനത്തെ പിള്ളേർക്കൊക്കെ എടുക്കാൻ പറ്റിയ ടൈപ്പാണ്. കുട്ടി ഇട്ടുണ്ടായിരുന്നു. ഈ കുട്ടിക്ക് ഒന്ന് നമുക്ക് സെറ്റ് ആവൂലേ? സെറ്റ് ആണ്. ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇതുപോലത്തെ ഇത് വെച്ച് ഇതൊക്കെ കൊറിയൻ ടീഷർട്ട് ആണ്. ഇതൊന്ന് പിന്നിലേക്ക് ഇടാം, അപ്പൊ കറക്റ്റ് ആ ലുക്ക് കിട്ടും. ജീൻസിന് പറ്റിയിട്ടുള്ള കൊറിയൻ ഇയാൾക്ക് കണ്ട കറക്റ്റ് ആണ്. നോക്കിയേ ഇയാൾക്കും യൂസ് ചെയ്യാം, വലിയ ആൾക്കാർക്ക് ജീൻസിനൊപ്പം യൂസ് ചെയ്യാം. അപ്പൊ നല്ല സുഖ. ഇതൊക്കെ ഷർട്ടിലാണ് കേട്ടോ. ഷർട്ടില് ഫുൾ വെറൈറ്റീസ് വന്നേക്കണം ഷർട്ടിൽ മാത്രം. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ക്രോപ്പ് ടോപ്പില് അതിനൊക്കെ പ്രിന്റ് നോക്കിയേ, നല്ല ഡിഫറെന്റ് പ്രിന്റ് ആണത്. അതിന്റെ കളേഴ്സ് ഉണ്ട്. പിന്നെ ഷർട്ട് ഞാൻ പറഞ്ഞില്ലേ, ഷർട്ടില് ഇതാണോ ഷർട്ട് നോക്കി മെറ്റീരിയൽ ആണോ. അതുപോലെ വലിയ വലിയ ബ്രാൻഡഡിലൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ടാവും. അത് അവിടെ ഒക്കെ റേറ്റ് എന്ന് പറയുമ്പോ ഭയങ്കര റേറ്റ് ആയിരിക്കും. ഇതിന്റെ തന്നെ ഒരു 10-12 കളേഴ്സ് മാത്രം പ്ലെയിനിൽ വരുന്നത്. പ്ലെയിനിൽ മാത്രം കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഇതാണ്ടോ, ഇതൊക്കെ ഒരു ബെസ്റ്റ് ഏതാന്ന് പറയുന്നത്. എങ്ങനെ ഇന്നറാണ്. വലിയ ആൾക്കാർക്ക് പറ്റിയതാണ് കേട്ടോ. അത് ആ ഇന്നർ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ അത് മനസ്സിലാവൂല. ഇന്നർ നോക്കിട്ട് കാര്യമില്ല, ഇതിങ്ങനെ വലിയ ടൈപ്പാണ്. സ്മോക്ക് അല്ലേ, വലിയ. അപ്പൊ ജാക്കറ്റ് അയച്ചോട്ടോ, 2 പീസിന്റെ അടിപൊളി കോൺസെപ്റ്റ്. പിന്നെ ഇതൊക്കെ ഷർട്ടിൽ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഇത് ബിഗ് സൈസ് ആണ് കേട്ടോ. ഇത് മെറ്റീരിയൽ നോക്കി, അതിന്റെ മെറ്റീരിയൽ തന്നെയല്ലോ. പ്രിന്റ് ഉണ്ടല്ലോ, പ്രിന്റ് ഭയങ്കര ക്ലാസ് ലുക്ക്, സ്റ്റാൻഡേർഡ് ലുക്ക് പറയില്ലേ, ആ സംഭവം. ഇതാണ്ടോ, ഓ പൊളി. ഹെവി ഐറ്റം വിത്ത് നമ്മള് കിട്ടുന്നത് പരമാവധി അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെയാണ് ക്രിസ്മസിന്റെ ഐറ്റംസ് ആണ് ഇതൊക്കെ. പക്ഷെ ഇത് ഓൾമോസ്റ്റ് നമുക്ക് ക്രിസ്മസ് അല്ലെങ്കിലും നമുക്ക് ഇങ്ങനെ മാറി മാറി. ഞാൻ നേരത്തെ ഒരു ഐറ്റം കാണിച്ചില്ലേ, ബ്ലൗസ് അതിൽപ്പെട്ട ഒരു ബ്ലൗസ് ഐറ്റം യൂസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ പോയി നോക്കാം. ഇതെന്താ മൊത്തം ഇങ്ങനെ ബണ്ടലായിട്ട് ഇങ്ങനെ കിടക്കണത്? ഇതെല്ലാം ഇപ്പൊ ക്രിസ്മസ് ആയിട്ട് വന്നിരിക്കുന്ന സ്റ്റോക്കാണ് പൊട്ടിക്കാനായിട്ട്. ഇതല്ല ഈ 3 ഫ്ലോറില്ലേ, ഈ 3 ഫ്ലോറിൽ മണ്ടൽ വന്ന് കിടക്കുന്നുണ്ട്. പോരാത്തിന് ഗോഡൌണിലും വന്ന് കിടക്കുന്നുണ്ട്. അത് ശരി. അപ്പൊ ഇതൊന്നും ഒന്നുമല്ല, അതല്ല ഞാൻ പറയാം, കാണിച്ചാൽ തീരൂലെന്ന് പറഞ്ഞില്ലേ. 3 ഫ്ലോറിലേക്ക് ആയിട്ട് ഇതുപോലെ ബണ്ടൽ ഇങ്ങനെ കിടക്കണം. പിന്നെ അതെല്ലാം നമുക്ക് ഡെയിലി പൊട്ടിക്കുമല്ലോ. ഡെയിലി പൊട്ടിക്കുമ്പോ കസ്റ്റമറെ കാണിക്കാൻ പറ്റില്ല. ഓ അങ്ങനെ. ഇനി ഈ ഫ്ലോറിൽ എന്താ? ഈ ഫ്ലോറിൽ ഇനി പാർട്ടി വെയർ ഐറ്റംസ് ആണ് ഫുൾ. ഇനി പാർട്ടി വെയർ എന്ന് പറയുമ്പോ കുറച്ച് ഹെവി ക്വാളിറ്റി, ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി, നല്ല അടിപൊളി ഐറ്റം. അപ്പൊ നോർമൽ വേണോ, ഓഫീസ് വെയർ വേണോ, പാർട്ടി വെയർ വേണോ, അങ്ങനെ നമ്മുടെ പിള്ളേരുകൾ ഇങ്ങനെ പിടിച്ചു എല്ലാരും നല്ല റെഡി ആയിട്ട്
കണ്ടാ പാർട്ടി വെയർ കാണിക്കാനായിട്ട് ഏത് വേണം, പച്ച, ചുവപ്പ്, മഞ്ഞ, നീല, ഏത് പല മെറ്റീരിയലില് പല പാറ്റേണില് ഹെവി വർക്കിലാണ് ഐറ്റംസ് വരുന്നത്. അതും ഒക്കെ 3 പീസ് കളക്ഷൻ. 3 പീസ് ഷോളിലൊക്കെ നല്ല അടിപൊളി വർക്കാണ്. ഷോളിലൊക്കെ ഇതാണ്ടാ ഈ പാറ്റേൺ ഒക്കെ നോക്കി ഞാൻ പറയില്ലേ ഒരു ഡിഫറെന്റ് പാറ്റേൺ പറയില്ലേ. അതെ, എല്ലാത്തിലും അതും ലെങ്ത് ഉള്ളത് വേണം, ഷോർട്ട് വേണോ, മോഡൽ. ഇതാണ്ടാ പാന്റ് പലാസോല് വരും, അങ്ങനെ പല പല പാറ്റേണിൽ വരും. ഇതിപ്പോ പലാസോ ആണ്. പലാസോ അതും നല്ലൊരു എലിഫന്റ് പലാസോ, അതിന്റെ അടിയിലും വർക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഷോളിലും വർക്കാണ് വർക്ക് വരുന്നുണ്ട്. ഇതെന്ന് ഫുൾ ഹെവി പാർട്ടി വെയർ കളർ ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഡിഫറെന്റ് കളർ. പിന്നെ മെറ്റീരിയൽ ഒക്കെ ഇപ്പൊ കസ്റ്റമർ പോകുന്ന തൊട്ട് ഫീൽ ചെയ്യണം. വീഡിയോ കാണാൻ നമുക്ക് എത്രത്തോളം അത് അവർക്ക് മനസ്സിലാവും പറയാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോയില് ഡിസൈൻസ് കാര്യങ്ങളും അതിന്റെ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ തൊട്ട് ഫീൽ അതിന്റെ അത് അറിയുള്ളൂ. അത് തന്നെ ഇതൊക്കെ സെമി പാർട്ടി വെയർ ആണ്. നല്ല നോക്കി കളർ നോക്കി സ്ലീവിലൊക്കെ ഇങ്ങനെ വർക്ക്. ഓ പൊളി. അത് സ്ട്രൈറ്റ് ഫിറ്റിൽ വേണോ, സൈഡ് സ്ലിറ്റ് വേണോ? വെച്ച് ഞാൻ ചോദിച്ചു തരികണ്ട. ഓറഞ്ച് ലെവല് വേറെ തന്നെയല്ലേ. ഇതൊക്കെ സെമി പാർട്ടി നോക്കി. ഇതൊക്കെ അടിപൊളി കളേഴ്സ് ആണ്. നല്ല പേസ്റ്റൽ കളേഴ്സ് ആണ് ഇതിന്റെയൊക്കെ വന്നത്. എപ്പോഴും ഒരു പാർട്ടി വെയർ കളക്ഷന്റെ ഒരു സെക്ഷൻ എന്ന് വെച്ചാൽ ഈ അറ്റം വരെ പാർട്ടി വെയർ മാത്രം ചെയ്തേക്കുന്നത്. ഫുൾ പാർട്ടി വെയർ കാണിക്കണം എന്ന് പറഞ്ഞാല് നടക്കൂല, ലാഗടിക്കും. അല്ലേ, നടക്കൂല. അത് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ഓപ്ഷൻ ഉണ്ട്, അവർക്ക് നേരിട്ട് വരാം, അല്ലെങ്കിൽ വീഡിയോ കോളിൽ എടുക്കാം. അത്രേ ഉള്ളൂ. ഇത് ഇല്ല. അത് എംബ്രോയിഡറിയിൽ വേണോ, സ്റ്റോൺ വർക്കിൽ വേണോ, സെറോസ്കിൽ വേണോ, പിന്റൺ വർക്കിൽ വേണോ, അങ്ങനെ ഇനി 2 പീസിന് കാണിച്ചു തരാം. ഇത് 2 പീസ് ആണ്. പാർട്ടി വെയറിൽ 2 പീസ് ഉണ്ട്. ഇതൊക്കെ സ്ലീവ്ലെസ്സിൽ. അതും കളർ നോക്ക്. അതിന്റെ ഫ്രണ്ട് മാത്രമല്ല ബാക്കിലും ഇതേപോലെ സെയിം ആ ഒരു പ്രിന്റ് തന്നെ വന്നിരിക്കണം കേട്ടോ. ഓവറോൾ സൂപ്പർ. ഇത് വെച്ച ഒരു ലുക്ക് വേറെ തന്നെയാ. അടിയിൽ ആ ഒരു വലിയൊരു പ്രിന്റ് എംബ്രോയിഡറി ആണ്. കളറും കൂടി കണ്ടാ കണ്ടാവും. പിന്നെ ഇതിലൊക്കെ 4 കളേഴ്സ്. എല്ലാത്തിനും കളേഴ്സ് ഉണ്ട്. സ്ലീവ്ലെസ് ഒരു ട്രെൻഡ് തന്നെയാട്ടോ. എല്ലാവർക്കും അത് മതി, സ്ലീവ്ലെസ് മതി. പക്ഷെ സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷനും എംബ്രോയിഡറിയില് പാർട്ടി വെയർ കളക്ഷൻസ്. അതല്ലേ നമുക്ക് സ്റ്റോൺ വർക്ക് ഡീറ്റെയിൽ എല്ലാം വരുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു ബിഗ് പ്രിന്റ് ആണ് ട്രെൻഡ്. ഇപ്പൊ അതാണ്. എന്നാ നമുക്ക് ഇങ്ങനത്തെ പ്രിന്റും ഉണ്ട്. ഡബിൾ അങ്ങനെ കോഡ് സെറ്റ് വരുന്നുണ്ട്. മെറ്റീരിയൽ ഇങ്ങനെ അടുത്ത് വന്ന് ഇങ്ങനെ കണ്ണ് തള്ളണ പോലത്തെ മെറ്റീരിയൽ ആട്ടോ. ഇത് ടോപ്പ് മാത്രം. ഓക്കെ, കുറച്ച് ഹെവി പീസ് ആണ്. റേറ്റ് വൈസ് ഹെവി അല്ല. ഇതൊക്കെ നോക്കി, കുർത്തി കാണിക്കണല്ലോ, അതുകൊണ്ടാണ് കുർത്തി എടുത്ത് കാണിക്കണം. എന്നാലും എല്ലാം കവർ ആവൂല കേട്ടോ. ഇല്ല, എന്നാലും ഒരു മാക്സിമം കാണിക്കാന്ന് വിചാരിച്ച് കാണിക്കണം. ഇപ്പൊ നമ്മള് വാചകം അടിക്കാൻ വെറുതെ കളക്ഷൻസ് മാത്രം കാണിച്ചിട്ടും ഇത്ര ടൈം എടുക്കുന്നുണ്ട്. എന്നാ നിങ്ങളൊന്ന് വരുമ്പോ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിക്കോളാം. ഇങ്ങനെ കുർത്തി ഇങ്ങനെ കാണിച്ച് വിടണമെന്നുള്ളൂ. ഇതാണ്ടോ, ഇതൊക്കെ നല്ല പ്രീമിയം കുർത്തീസ് ആണ് ഇതെല്ലാം. ഇതിലും ബിഗ് സൈസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. 3XL, 6XL വരെ ഉണ്ട്. സ്മോൾ തൊട്ടുണ്ട്. ഇത് ഷോർട്ട്. ഇതാണ്ടോ, ഇതിപ്പോ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞ ട്രെൻഡ് പോലെ ഇയാള് നേരത്തെ വെച്ച് കാണിച്ചില്ലേ. ഇതൊന്ന് കാണിച്ചു കൊടുത്ത്. ഇതാണ്ടോ, ഇതൊക്കെ ഇങ്ങനെ കണ്ടാലത് ജീൻസിന്റെ കൂടെ ഇങ്ങനെ വെച്ച് പോയല്ലേ. ഷോർട്ടില് ഇതൊക്കെ കോട്ടന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. കോട്ടണില് നമുക്ക് നെക്കില് വി നെക്ക് വേണോ, അംഗ്രക്ക സ്റ്റൈലില്. അതെ, ഇത് ജീൻസിന്റെ കൂടെ ഇതാണ് ഏറ്റവും കൂടുതൽ. ഇതിനൊക്കെ സൈസ് ഉണ്ട് കേട്ടോ. സ്റ്റാർട്ടിംഗ് അപ്പൊ എക്സ്ട്രാ സ്മോൾ തൊട്ട് ഇവിടെ സൈസസ് അവൈലബിൾ ആണ്. ഓക്കെ, അത് ലോങ് വെക്ക്, കുഴപ്പമില്ല. മാറി മാറി ആരെങ്കിലൊക്കെ വെക്ക്. ഇതെല്ലാം ജീൻസിന് ഇട്ടാ പറ്റും. പിന്നെ ഇത് ഒരു ഷോർട്ടും ഉണ്ട്, ലോങ്ങും ഉണ്ട്. ഓക്കെ, അങ്ങനെ സെറ്റ്. ഇവിടെ വന്നേ മോളെ, ലോങ് ആയതുകൊണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കുക. കണ്ടാ, കുട്ടികളുള്ള അതുകൊണ്ട് ഇങ്ങനെ വെച്ച് കാണിക്കണേ. ഓക്കെ, സെറ്റ്. ഷോർട്ട് ഒരെണ്ണെടുത്ത. പിന്നെ ഇതിന്റെ ക്രിസ്മസിന്റെ കുറച്ച് ഐറ്റംസ് കണ്ടോ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. കണ്ടോ, നോക്കി. ക്രിസ്മസിന്റെ ഷോർട്ടില് ഇതില് XL, XXL അവൈലബിൾ ആണ്. ഈ കളർ അല്ലാണ്ട് ധാരാളം കളേഴ്സും ഉണ്ട്. കണ്ട, വൈറ്റ്, റെഡ്, പിന്നെ ബ്ലാക്ക് ഉണ്ട്. ഇതിന്റെ ബ്ലാക്ക് ഷോർട്ടിൽ വെറൈറ്റീസ് ആണ് ഇത്രയും കാണിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ലോങ്, ഷോർട്ട്, നോർമൽ ആയിട്ടുള്ളത് പാർട്ടി വെയർ കളക്ഷൻ, വെസ്റ്റേൺ വെയർ കളക്ഷൻ, ഇനി ഹക്കോബേൽ വേണോ? ഹക്കോബേൽ റെഡിയാണ്. ഇതാണ്ടാ കുർത്തിയില് അത് പ്ലെയിനില് സൈസ് ഉണ്ട്. പ്ലെയിനാന്ന് പറഞ്ഞിട്ട് കാര്യ വർക്ക് ഉണ്ട് കേട്ടോ അതില്. കണ്ടാ,
ഇത് ബ്ലാക്കും ഉണ്ട്. ഇപ്പൊ ക്വാണ്ടിറ്റി നോക്ക്. പിന്നെ ഇപ്പൊ ശബരിമല സീസൺ ആണല്ലോ, അതിനുവേണ്ടി ബ്ലാക്ക് ഇഷ്ടംമാര് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ സീസൺ അനുസരിച്ച് സാധനങ്ങൾ പിന്നെ ആണ്. ഇത് റെഡില് ലോങ്, റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ഓ ക്രിസ്മസ് റേറ്റ് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറയാത്ത. ഇങ്ങനെ പിന്നെ അമ്മ റേറ്റ് പറഞ്ഞു പോകും, കൂടുതൽ കാണിച്ചുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞു പോകും. പറഞ്ഞു പോകും പറഞ്ഞേ അങ്ങനെ. അപ്പൊ അടുത്തേക്ക് പോയി നമുക്ക് ജീൻസും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നോക്കാം. കഴിഞ്ഞിട്ടും ചേട്ടാ ഇനി കിഡ്സും കാണിക്കാനുണ്ട്. പോവാ. ആ പോണേക്കാളും മുന്നേ ഈ ഡമ്മി ഒന്ന് നമുക്ക് ഒന്നൊന്ന് കണ്ടിട്ട് പോവാം. ഇതെന്താ മെറ്റീരിയൽ വരുന്നത്? ഇത് മൽച്ചന്തേരി അല്ലേ? മൽച്ചന്തേരി തന്നെയാ. മൽച്ചന്തേരി തന്നെയാ. ഏതാ തൊടുമ്പോ നമുക്ക് ഞാൻ ചോദിക്കാന്ന് വെച്ചാൽ നമ്മളെ അങ്ങോട്ട് കൂടുതൽ അറിയണവരുണ്ട്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നിൽക്കുന്ന ആൾക്കാർ വേറെ ഉണ്ടെന്നല്ലേ. അപ്പൊ ഇതിന്റെ കളേഴ്സും അവൈലബിൾ ആണ്. 3 പീസിന്റെ ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റ്. ഇനി നമുക്ക് പോവാം. എന്താണൊക്കെ ജീൻസ്, അതും ഒക്കെ ഡിഫറെന്റ് കളർ. ഇതിന് വല്ല മാറ്റണ്ടോ? ഇത് ജീൻസിന്റെയും ബാഗിന്റെയും മാത്രം ഫ്ലോർ ആണിത്. അപ്പൊ ഈ കാണുമ്പോ ഏകദേശം കളർ മാത്രമല്ല, ഇത് അതിന്റെ പാറ്റേൺ പറഞ്ഞ ചേച്ചി ഒന്ന് പറഞ്ഞു കൊടുത്തതിന്റെ. ഇതിന്റെ പാറ്റേൺ എന്താ? ഇതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് വിസ്കർ സ്പ്രേ എന്നാണ് ഇതിനെ പറയണത്. ഇത് വിസ്കർ, ഇങ്ങനെ പറഞ്ഞ വിസ്കർ സ്പ്രേ എന്ന് പറയണത്. ഇത് വിസ്കർ, ഇത് സ്പ്രേ. ഇത് വിസ്കർ, ഇത് സ്പ്രേ. അങ്ങനെയാണ് വിസ്കർ സ്പ്രേ എന്നുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് ഇതാണ് ആൾക്കാർ ചോദിക്കുന്നത്. വിസ്കർ സ്പ്രേ കേട്ടോ. അപ്പൊ ഇതിപ്പോ ട്രെൻഡിൽ നിൽക്കുന്നതാണ്. ഇത് ചോദിച്ചു വന്നോ. അത് കളേഴ്സും ഉണ്ട് അല്ലേ ഇതിന്റെ? അപ്പൊ ഒരുപാട് മോഡൽസ് ഉണ്ട്. സൈസ് ബേസ് ഉണ്ട്. ചേച്ചി പെട്ടെന്ന് ഇതെല്ലാം സ്ക്രാച്ച് ടൈപ്പിലാണ്. സ്ക്രാച്ചില് ബാഗിലാണ് ഈ കാണിക്കുന്നത്. വൈറ്റ് ലെഗ്, ബാഗി, അങ്ങനെ പല മോഡൽസിലാണ് ഈ കാണിക്കുന്നത് കേട്ടോ. എല്ലാത്തിനും സൈസ് ഉണ്ട് കേട്ടോ, എല്ലാത്തിനും സൈസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊരു വൈറ്റ് ലെഗ്, വൈറ്റ് എക്സ്ട്രാ വൈഡ് ആണ്. ഇതാ ഈ കാലിങ്ങനെ കാണിച്ചാലോ എലിഫന്റ് ബാഗ് എന്നൊക്കെ പറയുമോ അതിന്. ഇത് മോംഫിറ്റിൽ കേട്ടോ. ഇത് ചാർക്കോൾ കളറാണ് കേട്ടോ. ഈ കളറിന്റെ പേര് ചാർക്കോൾ. ലേഡീസിന് മാത്രം ബാഗിലുള്ള ഇത് ഇതുണ്ട് നോക്കി. ഇതൊക്കെ നല്ലൊരു അടിപൊളി പാറ്റേൺ ആണ്. അത് ഓ സെറ്റ്. ഇത് സൈസസ് എത്ര സൈസ് പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്? 38 തൊട്ട് 28 തൊട്ട് 34 വരെയാണ് സൈസസ് വരുന്നത്. പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക്, സ്ഥിരം മേടിക്കുന്നവർക്ക് പിന്നെ പറയേണ്ട കാര്യമില്ല. സ്കേർട്ട് സ്കേർട്ടിൽ തന്നെ പല മോഡൽ ഉണ്ട്. സ്കേർട്ടിൽ തന്നെ ഇതാ ഷോർട്ട്, ഷോർട്ടിലുണ്ട്, ലോങ്ങിലുണ്ട്. അതിന്റെ അടിയിൽ സ്ക്രാച്ച് വന്ന ടൈപ്പ് ഉണ്ട്. ഇത് കണ്ട, ഇതൊക്കെ ഡെനിമിലാണ്. ഇതൊക്കെ ജീൻസിന്റെ മോഡലാണ്. ഇതൊക്കെ വെറൈറ്റി ജീൻസ് ആണ്, വെറൈറ്റി പാറ്റേൺ ആണ്. ഇതൊക്കെ നോക്കി, ഇത് ഈ കളേഴ്സ് നോക്കി. സ്കേർട്ടിൽ ഇതാണ്ട സൂപ്പർ കളേഴ്സ് അല്ലേ? ഇതാണ്ട പിന്നെ അതാണ്ട സ്കേർട്ടിലുണ്ട്. അത് ഞാൻ പറയാം, നമുക്ക് കാണിക്കണ്ടേ, കസ്റ്റമറെ കാണിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇതാണ്ടില്ലേ, എംബ്രോയിഡറി അതിന്റെ ഫ്ലെയർ നോക്കി. ഇത് ക്രിസ്മസിന്റെ സ്പെഷ്യലി. എനിക്ക് തോന്നുന്നു ക്രിസ്മസ് മാത്രമല്ല, അല്ലാത്ത പിന്നെ ഇതിനൊക്കെ കണ്ട, ഇത് റെഡും വൈറ്റും മിഡിയാണ്. എന്നാ ഇത് എല്ലാം കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. റെഡ്, വൈറ്റ്, ബ്ലാക്ക്, ഇതാണ്. ഇതിനൊക്കെ സൈസ് ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ സൈസും ഉണ്ട്. സൈസസ് ഉണ്ട്. സൈസ് പറയുമ്പോഴേക്ക് ചാടി കണ്ട, അത്രയും സൈസസ് ആണ്. ഇനി ഹക്കോബ പലാസോ ഈ കാണുന്നത് മൊത്തം ജീൻസ് ആണ്. അപ്പൊ പലതരം ജീൻസുകൾ, പലതരം മോഡൽസ്. കൊറിയൻ പലാസോ ഉണ്ട്. കൊറിയൻ പലാസോ, ഇമ്പോർട്ടഡ് പലാസോ ഉണ്ട്. ഇതാണ്ടോ, ഇതൊക്കെ നോക്കി. ഇത് കൊറിയനല്ലേ? ഇതൊക്കെ കൊറിയൻ. ഇതാണ്ടോ, ഇതൊക്കെ നല്ല ഡിഫറെന്റ് പലാസോ ഉണ്ട്. ഇതാണ്ടോ, അതൊക്കെ മെറ്റീരിയൽ കാണണം. മെറ്റീരിയൽ കണ്ടാലേ അതിന്റെ ഒക്കെ അറിയുള്ളൂ. ഈ ബോട്ടം വെയർ സെക്ഷൻ ലിനൻ. ഇതാണ്ടോ, ഇതൊക്കെ നോക്കി. പാന്റ് നോക്കി, ഇതൊക്കെ നല്ല സൂപ്പർ പാന്റ് ആണ്. ഇതൊക്കെ പലാസോ. പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ, പലാസോ കാണണമെന്നുണ്ടെങ്കിൽ കാണിച്ചാൽ തന്നെ തീരില്ല. അതുകൊണ്ടാണ് കാണിക്കാതെ. പിന്നെ ഇതാണ്ട ലിനൻ, കോഡ്രോയ്, ഇതൊക്കെ പലാസോ സെക്ഷൻ ആണ് മൊത്തം. പിന്നെ ഇനി കട്ട് വർക്ക് പലാസോ ആണെങ്കിൽ അങ്ങനെ ഉണ്ട്. ഇതാണ്ടോ കട്ട് വർക്ക് പലാസോ. ഇതെല്ലാത്തിലും സൈസ് ഉണ്ട്. ഇതാണ്ട എല്ലാത്തിലും സൈസ് ഉണ്ട്. സൈസ് അവൈലബിൾ ആണ്. ഇത് ലിനന്റെ നല്ല അടിപൊളി. ഇത് ഭയങ്കര ഫാസ്റ്റ് ആണ് ഈ പാറ്റ്. ഇതാണ്ടോ, പിന്നെ ഇത് ഈ പോക്കറ്റ് മുടി വന്നോണ്ടാണ്. പിന്നെ ലിനനാണ് പറയേണ്ട കാര്യമില്ല. അതിന്റെ ഫിനിഷിംഗ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഫിനിഷിംഗ് നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട്. 12 കളേഴ്സ് അവൈലബിൾ ആണ് ഇതില്. സൈഡ് പോക്കറ്റിൽ വരുന്നത്. പിന്നെ ഇങ്ങനെ മാറി പറഞ്ഞ് ഇനി ചീപ്പർ പലാസോ ആണെങ്കിൽ അതുകൊണ്ട് കേട്ടോ. ഇതാണ്ടില്ലേ, അതന്നെ. അതായത് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത് നല്ല ലോക്കൽ കാണാം. ലോക്കൽ പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ ഇടാൻ ഉദ്ദേശിക്കുന്ന സംഭവം. ഇത് മെറ്റീരിയൽ അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ. വീട്ടിലിടാനേ പറ്റുള്ളൂ. അതന്നെ.
അതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് തന്നെ പറഞ്ഞിട്ട് തന്നെ തരുള്ളൂ. അതിന്റെ പ്ലെയിൻ വേണമെങ്കിൽ അതിന്റെ പ്ലെയിനും ഉണ്ട്. പ്ലെയിൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെ അതിന്റെ സെക്ഷൻ. ഈ ഫ്ലോർ മൊത്തം ഈ ഇങ്ങനത്തെ പാറ്റേൺസ് ആണ്. പിന്നെ വേറൊരു പാന്റ് ഉണ്ട്, അത് നല്ലൊരു പാന്റ് ആണ് അത്, സ്ട്രൈറ്റ് പാന്റ്. അതും ഭയങ്കര ഫാസ്റ്റ് ആണ്. ഇതാണ്ടോ കോട്ടൺ. ഇതെന്ന് പറഞ്ഞ കസ്റ്റമർ നമുക്ക് കളർ ഇട്ട് തരും, ഓർഡർ അങ്ങനെ പോകണം പാന്റ് ആണ്. കസ്റ്റമർ അറിയാം ഓൾറെഡി. അങ്ങനെ അപ്പൊ അവരങ്ങനെ എടുത്തെടുത്ത് പോകും. അല്ല ഇങ്ങനെ എടുക്കുമ്പോ നമുക്ക് ഇതിന് സൈസസ് ഉണ്ടാ? ഇല്ല, ഫ്രീ സൈസ് ആണ്. ഇത് ഫ്രീ സൈസ് ആണ്. അപ്പൊ എടുക്കുമ്പോ കച്ചവടക്കാർക്ക് എത്ര പീസ് എടുക്കണം? അങ്ങനെയൊന്നുമില്ല, ഇത് കളറാണ്. ഇങ്ങനെ ഒരു കളറിൽ ഇപ്പൊ 5 പീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പീസ് വേണമെങ്കിൽ ഒരു പീസ് എടുക്കാം. ഒരു പീസ് കച്ചവടക്കാർക്ക് കിട്ടും. കച്ചവടക്കാരിക്ക് ഈ ഹോൾസെയിലുള്ള ഭാഗമേ കേൾക്കില്ലേ, ബാക്കിയുള്ളത് ഒരു പീസ്. അപ്പൊ അത് പറയുമ്പോ അത് എടുക്കാം. ഓരോ കളറിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസുകൾ വെച്ചെടുക്കാം. അത് ബാക്കിയുള്ളത് എടുക്കുമ്പോ അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇത് എടുക്കാം. അതാണ് ഉദ്ദേശിച്ചത്. ഇനി കിഡ്സിലേക്ക് പോവാം. കുട്ടികളുടെ ഒരു സെക്ഷൻ എന്താ രസല. ഈ ഡമ്മിലിരിക്കണ ഓരോരോ പീസ്. നിങ്ങണ്ടല്ലത് ഇത് ഒറിജിനൽ കുട്ടിയാണോ? അത് പിള്ളേര് നമ്മള് ഫസ്റ്റില് കണ്ടതല്ലേ. എന്തായാലും ഇത് തന്നെ സെയിം അല്ലേ? സൂപ്പർ ലുക്ക് കേട്ടോ. അപ്പൊ ഇതും കിഡ്സ് വെയറിന്റെ ഒരു കളക്ഷൻ. എനിക്ക് തോന്നുന്നു ഒരു ഹായ് കൊടുത്തേ, ഒരു നല്ല അടിപൊളി ഹായ് കൊടുത്തേ ക്യാമറയിൽ നോക്കിട്ട്. ഇവിടെ അമീര എന്നാ പേര്? അമീര ഒരു ഹായ് കൊടുത്തേ. ഒരാളൂടെ ഒരാളൂടെ റെഡി ആയിട്ട് നിക്കണേ. എന്തായാലും ഈ പിള്ളേരെ ഞാൻ അകത്തേക്ക് കേട്ടാ. അവളെ വിളിച്ചോ. അപ്പൊ നമ്മുടെ ഇക്കരെ 3 കുട്ടികള്. അപ്പൊ ഈ 3 കുട്ടികൾക്ക് ഏത് സൈസ് വേണമെങ്കിലും ഇവിടെ ഉണ്ടെന്നുള്ളത് കാണിച്ചേക്കണത്. അതില് ഇങ്ങനത്തെ ടൈപ്പ് ആണോ, ഇങ്ങനത്തെ ടൈപ്പ് ആണോ, 2 എല്ലാ മോഡലും ഉണ്ട്. ഈ കൊച്ചിട്ടേക്കണ ഈ ജീൻസിന്റെ മോഡലിൽ എല്ലാ സൈസും അവൈലബിൾ ആണ്. സൈസസ് അവൈലബിൾ ആണ്. സെപ്പറേറ്റ് ആണോ? രണ്ട് സെപ്പറേറ്റ് ആണ്. ഇത് വെസ്റ്റേണില് പിള്ളേരിൽ വെസ്റ്റേൺ ആയിട്ട് കൊടുക്കാം, ഇത് ഫ്രോക്ക് ആയിട്ട് കൊടുക്കാം. ഇത് കണ്ട, ഇതും ഫ്രോക്ക് ആയിട്ട് കൊടുക്കാം. ഇത് ഒരു സിംഗിൾ പീസ് ആണ്, ഒരു കൊറിയൻ സ്റ്റൈൽ. കൊറിയൻ സ്റ്റൈൽ തന്നെയാണ്. ഇതിന് സൈസസ് ഒക്കെ എത്ര? അതിന് സൈസ് 16 പോയിട്ട് 20 സൈസ്. അതായത് 6 മാസം മുതൽ ഒരു 3 വയസ്സ് വരെ ഇടാൻ പറ്റുന്ന അടിപൊളി സെറ്റ് ആണ് കേട്ടോ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഡ്രസ്സും ഇതിന്റെ ക്വാളിറ്റി അടിപൊളിയാണ്. ഒരു ഹായ് വഞ്ഞേ ഇവിടെ നോക്കിട്ട് ഇങ്ങനെ ചിരിക്കാൻ ഇത്തിരി ടൈം എടുക്കും. ഓക്കെ, നമുക്ക് ഇനി കിഡ്സിന്റെ ഫുൾ കളക്ഷൻസ് നോക്കാം. ഓക്കെ, മോള് പൊക്കോന്നാ. ഇനി ഇവളെ ജസ്റ്റ് പാത്തു ഒന്ന് പോസ് ചെയ്തേ. ഇങ്ങനെ ചെയ്യ്. വേറെ പോസ് മാറ്റി പിടിക്കേ തിരികെ മറിയേ കാണട്ടെ. ഇതിന് പല മോഡൽസ് ഉണ്ട്. അത് വൈറ്റിലേക്കാണ് ഇട്ടിരിക്കണത്. സെറ്റ് നോർമൽ ബാഗി ഉണ്ട്, നല്ല സുഖം. ഇനി വേറെ എന്താ വേണ്ട? അപ്പൊ സെറ്റ് നമുക്ക് ഇതിന്റെ ഓരോ മോഡൽസ് കാണിച്ചു തരാം. ഓക്കെ, ഇനി പെട്ടെന്ന് ഓരോ മോഡൽസ് വേഗം കാണിച്ചു തരാം. നോക്കിക്കോളൂ കേട്ടോ. ഇതെല്ലാം ഇപ്പൊ കാണിക്കുന്നത് വെസ്റ്റേണിലാണ് കാണിക്കുന്നത് കേട്ടോ. ഇതെല്ലാം വെസ്റ്റേണിലാണ് കാണിക്കുന്നത്. വെസ്റ്റേണില് എല്ലാ സൈസും അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ 16 വാങ്ങിട്ട് 20 ഒക്കെ അവൈലബിൾ ആണ്. ഇതാണ്ടില്ലേ, ഇതാണ്ടോ, ഇതൊക്കെ ഫ്രോക്ക് ടൈപ്പ്. ഇപ്പൊ നമ്മളാ മോളിൽ ഇട്ടേക്കണ അതിന്റെ ഫ്രോക്കിൽ വന്ന ഐറ്റംസ് ആണ്. എല്ലാ മോഡൽസും കണ്ടോ, ഇനി കളേഴ്സ് ആണ്. ഇത് കണ്ട, ഇതൊക്കെ പിള്ളേര് തന്നെ ഷർട്ട് മോഡലായിട്ട് വരുന്നത്. കണ്ട, ഇതൊക്കെ നല്ല അടിപൊളി പാറ്റേൺ ഉണ്ടോ. ഇതൊക്കെ നല്ല ഡിഫറെന്റ് പാറ്റേൺ ആണ്. ഇതൊക്കെ നോക്കി, ഇതൊക്കെ ടീഷർട്ടിൽ നോക്കി, ഇതാണ്ട ടീഷർട്ടിൽ. പിന്നെ നമ്മ മുകളിൽ മിഡി കാണിച്ചിട്ടുണ്ടായി. അതിന്റെ കിഡ്സ് അത് ക്രിസ്മസ് ആയിട്ട് റെഡും വൈറ്റും ചെയ്തേക്കണേ. പിന്നെ മേളിൽ നമ്മ മിഡി കാണിച്ചിട്ടുണ്ടാവും. അതിന്റെ തന്നെ കിഡ്സ് ഇതാണ്ടില്ലേ, 34 സൈസ്. ഇനി നമ്മ ഇതല്ലാണ്ട് ഇനി നമ്മ ബോക്സ് ഐറ്റം ചെയ്യുന്നുണ്ട്. ഇപ്പൊ പുതുതായിട്ട് തുടങ്ങിയേക്കണെങ്കിൽ ഇങ്ങനെ ബോക്സ് ഐറ്റംസ് കണ്ടോ. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു പീസ് ഓപ്പൺ ആയി കാണിച്ചു തരാം. എല്ലാ പീസും അതിന് ഓപ്പൺ ആക്കാൻ പറ്റില്ല. 3 പീസ് ആയിരിക്കും. ഇതാണ്ടോ, ഇതൊക്കെ ബോക്സ് ഐറ്റവും. ഇതാണ്ടോ ബോക്സ് ഐറ്റത്തിൽ തന്നെ പല വെറൈറ്റീസിലാണ്. മിഡിയും ടോപ്പായിട്ടും മിഡിയും ടോപ്പായിട്ടും തന്നെയാണ്. ഇതിലൊക്കെ വെറൈറ്റീസ് ഉണ്ട്. ഈ ഇരിക്കുന്ന സെക്ഷൻ മൊത്തം ബോക്സ് ഐറ്റം വന്നേക്കുന്നുണ്ട്. ഈ ബോക്സ് ഐറ്റത്തിൽ തന്നെ കുറഞ്ഞതും ഉണ്ട്, കൂടിയതും ഉണ്ട്. അങ്ങനെ വെറൈറ്റീസ്. പിന്നെ നമുക്ക് ഇനി വേറെ സെക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി മറ്റേ ഡെയിലി വെയർ ഐറ്റംസ് ഉണ്ട്.
Daily wear ഉണ്ട്. ഇങ്ങനെ ഡെയിലി വെയർ ഇത് വലിയവർക്കും ചെറിയ എല്ലാവർക്കും ഉണ്ട്. S മുതൽ 4XL വരെ ഉണ്ട്. 4XL സൈസ് വരെ 4XL സൈസ് വരെ ഉണ്ട്. അതേപോലെ തന്നെ അതിന്റെ തന്നെ പാന്റും പൈജാമ കാപ്രി ലോങ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും വരുന്നുണ്ട്. ഈ ഫ്ലോറിൽ നമ്മൾ അങ്ങനെ എല്ലാം ചെയ്തത്. അപ്പൊ ഇതൊരു 6 കിഡ്സിന്റെയും അതുപോലെ തന്നെ ഡെയിലി വെയറിന്റെ ഒരു സെക്ഷൻ ആണ് വരുന്നത്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞാൽ എറണാകുളം മാർക്കറ്റ് റോഡിൽ എറണാകുളം മാർക്കറ്റ് അല്ലെങ്കിൽ ബ്രോഡ്വേ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ നമുക്ക് എറണാകുളം മാർക്കറ്റിൽ വരുമ്പോൾ പാർക്കിംഗ് സൗകര്യം ഇത്തിരി കുറവാണ്. പക്ഷെ ഇവിടെ നമുക്ക് പാർക്കിംഗ് അടിയിലൂടെ മേളിലൂടെ എവിടെയാണെങ്കിലും വണ്ടി കൊണ്ട് ഇട്ടോ. അപ്പൊ 100 വണ്ടി വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. വിളിച്ചാൽ മതി. പിന്നെ നമ്മുടെ കടയുടെ പേര് വരുന്നത് ടോപ്പ് കളക്ഷൻ. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ അറിയൂല. അബൂക്കാൻ കട എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. അബുക്കന്റെ കട, നമ്മുടെ അബുക്കന്റെ കട. ഇനി നമ്മുടെ അബുക്കന്റെ പിള്ളേരുടെ കട എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഒരു ബൈ പറഞ്ഞ അവസാനിപ്പിച്ച പിള്ളേരെ മറ്റോള് പോയാ ചേച്ചി എന്തായാലും ലാസ്റ്റ് അല്ലേ ഉള്ളവരെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും കൂടെ ഇട്ട് ഒരു ബൈ പറയാണ്. അപ്പൊ ടോപ്പ് കളക്ഷൻസ് 6 ഫ്ലോർ ആണ് മൊത്തം. അപ്പൊ വെറൈറ്റീസ് ഇഷ്ടം പോലെയാണ്. 8-ാം തീയതി തൊട്ടിട്ട് ഡിസംബർ 25-ാം തീയതി വരെ എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നതായിരിക്കും. ആദ്യത്തെ കേക്ക് ഞാൻ മേടിച്ചു പോകും. അതാണ്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.